Hallelujah, hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah, hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. ആമേൻ. നമുക്ക് പ്രവചനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാട്ടോ. പ്രവചനം എന്റെ വാത്സല്യ വാചനങ്ങളെ, എന്റെ കൃപാവരത്തിനായി നിങ്ങൾ ദാഹിക്കുന്നു. എന്റെ കൃപാവരം, എന്റെ മഹത്വീകരണത്തിൽ നിന്നാണ് കൃപാവരം. ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളെ തെരഞ്ഞെടുപ്പിനുള്ള അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുന്നു. നിങ്ങളെ വിളിക്ക് യോഗ്യമായ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുവിൻ. സ്വീകരിക്കുക. പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ട് പലതും വ്യക്തികയിൽ ബലക്ഷേമം എന്ന അവസ്ഥ, അത് ബലം കൊടുക്കും. Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. 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 ആമേൻ. ദൈവത്തിൻ്റെ നാമം കരുണയാണ് എന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എഴുതപ്പെടാത്ത ചാക്രിക ലേഖനം അല്ലേ? അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കേൾക്കാമല്ലോ അല്ലേ? ഞാൻ പറയണത് കേൾക്കാമോ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം എവിടം വരെയാണ് പറഞ്ഞേ? ഓർമ്മയുണ്ടോ? അപ്പം അതിൻ്റെ അടിയിലേക്കുള്ള ആ പാരഗ്രാഫ് മുതൽ ഞാൻ വായിക്കാൻ പോകണേ ഇനി കേട്ടോ. മറ്റു ചില സംഭവങ്ങളുടെ വ്യക്തിപരമായ ഓർമ്മകളും എനിക്കുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ ഇവിടെ എത്തുന്നതിന് മുൻപ് ബ്യൂണസ് അയേഴ്സിലായിരുന്നപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാരോടൊപ്പം ഒരു വട്ടമേശ സമ്മേളനത്തിലെ ചർച്ചയിൽ പങ്കെടുത്ത സന്ദർഭമാണത്. പരിഹാരം കാണാനാവാത്ത പല പ്രശ്നങ്ങളും നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ, കണ്ടോ, ശ്രദ്ധിക്കണേ, പരിഹാരം കാണാനാവാത്ത പല പ്രശ്നങ്ങളും നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് അല്ലേ? പ്രത്യേകിച്ച് എന്താ പറയുക, പ്രാർത്ഥനയിൽ നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അത് പറയണത്. എന്താണ്? പരിഹാരം കാണാനാവാത്ത പല പ്രശ്നങ്ങളും നമ്മെ, അല്ലേ? അങ്ങനത്തെ പല പ്രശ്നങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ മാർപ്പാപ്പ പറയാണ്, പരിഹാരം കാണാനാവാത്ത പല പ്രശ്നങ്ങളും നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ, ശ്രദ്ധിക്കണോട്ടോ ആ വാക്ക്, അടുപ്പിക്കാനല്ല, അടുപ്പിക്കാൻ, അതായത് ചേർക്കാൻ, ജനങ്ങളെ തമ്മിൽ ചേർത്ത് വയ്ക്കാൻ, ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ മാർപ്പാപ്പയ്ക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നതായിരുന്നു ചർച്ചാ വിഷയം. കണ്ടോ, ആ വട്ടമേശ സമ്മേളനത്തിൽ ഒരു ചർച്ചാ വിഷയം വന്നത് എന്താണ്? പരിഹാരം കാണാനാവാത്ത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് ജനങ്ങളെ തമ്മിൽ, അല്ലേ, ഒരുമിച്ച് അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന്.
അതായിരുന്നു ചർച്ചാ വിഷയം. അപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ നിർദ്ദേശിച്ചത് ക്ഷമയുടെ ഒരു വർഷം പ്രഖ്യാപിക്കാനായിരുന്നു. കണ്ടു, ക്ഷമയുടെ ഒരു വർഷം പ്രഖ്യാപിക്കാനായിരുന്നു ആ സമ്മേളനത്തിലെ ഒരാളുടെ അഭിപ്രായം. അങ്ങനെയായിരുന്നു. ഈ ആശയം ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാനാണ്, ഈ ആശയം ഞാൻ ചിന്തിച്ചിരുന്നു. അതിനാൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുൻപ്, കണ്ടോ, അതിനാൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുൻപ്, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, ഞാൻ ഈ ആശയം ചിന്തിച്ചിരുന്നു, പക്ഷേ ഒരു നിമിഷം, എന്താണ് ആ നിമിഷം, ഒരു നിമിഷം എന്ന് പറയണേ, അതായത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുൻപ് പിന്നെന്താ എഴുതിയേക്കണം അവിടെ, പ്രാർത്ഥനയിലൂടെ, ഉണ്ടോ, പ്രാർത്ഥനയിലൂടെ. നമ്മൾക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകുന്ന, പരാജയപ്പെട്ടു പോകുന്ന ഒരു ഒരു അവസ്ഥയാണ് എന്ത്, നമ്മൾ ചാടിക്കേറി ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. നമ്മൾ കർത്താവിനോട് അല്ലെ ദൈവത്തോട് നമ്മൾ എന്ത് ചോദിക്കില്ല, ആലോചന ചോദിക്കില്ല. നമ്മൾ നമ്മുടെ ഹിതം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടാണ് നമ്മളെപ്പോഴും കാണിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കണ ആ ഒരു പോയിന്റ് കണ്ടോ, ഫസ്റ്റ് തന്നെ എന്താ പറയുന്നത്, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുൻപ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വാക്ക് എഴുതിയിരിക്കണം, പ്രാർത്ഥനയിലൂടെ, ഉണ്ടോ, പ്രാർത്ഥനയിലൂടെ. അപ്പം നമ്മൾക്ക് എപ്പോഴും ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു പോരായ്മ, ഒരു കുറവ് നമുക്കെപ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് അല്ലെ നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ നമുക്കൊരു പോരായ്മ, കുറവുണ്ടെന്ന്, അല്ലെ ഒരു പരാജയം ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്, പ്രാർത്ഥനയിലൂടെ. മനസ്സിലായോ? പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ കർത്താവിനോട് ആലോചന ചോദിക്കാതെ, അവൻ്റെ ഹിതം എന്താണെന്ന് അന്വേഷിക്കാതെയുള്ള നമ്മുടെ എടുത്തുചാടൽ. പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരു കാര്യം തോന്നി, പെട്ടെന്ന് നമ്മൾ ആ കാര്യം ചെയ്യാൻ വേണ്ടി പോകല്ല. മനസ്സിലാവുണ്ടോ? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു കേട്ടോ, ശ്രദ്ധിച്ചേ നിങ്ങൾ, കണ്ടോ, ക്ഷമയുടെ ഒരു വർഷം പ്രഖ്യാപിക്കാനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊരാൾ അഭിപ്രായം പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറഞ്ഞേ, ഈ ആശയം ഞാൻ ചിന്തിച്ചിരുന്നു, അല്ലേ, ഈ ആശയം എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ചിന്തിക്കണുണ്ട് അതിനെക്കുറിച്ച്, പക്ഷേ അതിനാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം ആദ്യം. മനസ്സിലായോ? എനിക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആർക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്? ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥനയിലൂടെയും, ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം ഓരോ വാക്കും, പ്രാർത്ഥനയിലൂടെയും. പിന്നെ പറയണ പോയിന്റ് എന്താണ്, എനിക്ക് മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ പഠിപ്പിക്കലുകളിലൂടെയും. കണ്ടോ, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന മാർപ്പാപ്പമാരിലൂടെയുള്ള പഠിപ്പിക്കലുകൾ, അതായത് അല്ലേ, ടീച്ചിങ് അല്ലേ, പഠിപ്പിക്കലുകൾ. മനസ്സിലായോ? അല്ലെ, പ്രബോധനം. കണ്ടോ, പ്രാർത്ഥനയും പ്രബോധനവും. പിന്നെ അതുകൂടാണ്ട് എന്താണ്, പ്രഖ്യാപനങ്ങളിലൂടെയും, പഠിപ്പിക്കലുകളിലൂടെയും പ്രഖ്യാപനങ്ങളിലൂടെയും. ആരുടെ? എനിക്ക് മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ പഠിപ്പിക്കലുകളിലൂടെയും പ്രഖ്യാപനങ്ങളിലൂടെയും കടന്നു പോയപ്പോൾ സഭയെ ഒരു സൈനിക ആശുപത്രിയായി കണ്ടു. ആര് കണ്ടു? ഫ്രാൻസിസ് മാർപ്പാപ്പ കാണുകയാണ്. എങ്ങനെ? എന്ത് കണ്ടു? സഭയെ ഒരു സൈനിക ആശുപത്രിയായിട്ട് കാണുകയാണ്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണത് കാണാൻ സാധിച്ചത്? പ്രാർത്ഥനയിലൂടെയും എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ പഠിപ്പിക്കലുകളിലൂടെയും പ്രഖ്യാപനങ്ങളിലൂടെയും. ഉണ്ടോ? അപ്പം അത് എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ, എന്ത് കാര്യമായാലും, മനസ്സിലായോ, എന്ത് ചെയ്യണം? കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലേ? പരിശുദ്ധാത്മാവിനോട് നമ്മൾ അല്ലേ, എന്താണ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഒരു ആലോചന ചോദിക്കൽ. മിക്കപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകാറില്ല. അങ്ങനെ ഇല്ലാണ്ട് വരുമ്പോഴാണ് എന്ത് സംഭവിക്കണത് അല്ലേ, അതിൽ പോരായ്മ വരും, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരും. മനസ്സിലാവുണ്ടോ?
അപ്പോൾ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ പഠിപ്പിക്കലുകളിലൂടെയും പ്രഖ്യാപനങ്ങളിലൂടെയും കടന്നുപോയപ്പോൾ, കണ്ടോ, കടന്നുപോയപ്പോൾ ആര് കടന്നുപോയി? ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നുപോയപ്പോൾ സഭയെ ഒരു സൈനിക ആശുപത്രിയായി കണ്ട് ഏറ്റവും അധികം പരിക്കേറ്റവർക്ക്, കണ്ടോ, സഭ, അത് ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് ഞാൻ വന്നത്, ആരോഗ്യമുള്ളവർക്കല്ല. അല്ലേ, രോഗികളായവർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നെല്ലാം ആ വചനഭാഗത്തേക്ക് നമുക്കിപ്പോൾ ഓർമ്മ വരികയാണ്. മനസ്സിലായോ? അപ്പോൾ സഭ ഒരു സൈനിക ആശുപത്രിയാണെങ്കിൽ അതിലുള്ള വിശ്വാസികൾ മുഴുവൻ ആരാണ്? രോഗാവസ്ഥയിലാണ്. മനസ്സിലാവുണ്ടോ? സഭയെ ഒരു സൈനിക ആശുപത്രിയായി കണ്ട് ഏറ്റവും അധികം പരിക്കേറ്റവർക്ക്, ഉണ്ടോ, വളരെ മാരകമായി പരിക്കേറ്റവർക്ക്, അല്ലാത്തവർക്കും ഉണ്ട് കേട്ടോ ചികിത്സ, പക്ഷെ എന്നാലും ഏറ്റവും അധികം പരിക്കേറ്റവർക്ക് ചികിത്സ നൽകണമെന്ന ചിന്താധാരയിലേക്ക് ആനയിക്കപ്പെട്ടു. ആരാനയിക്കപ്പെട്ടു? ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പൊ എങ്ങനെയാണിത് ആനയിക്കപ്പെട്ടത്? എങ്ങനെയാണ് ആനയിക്കപ്പെട്ടത് എന്ന് പറഞ്ഞേ. എങ്ങനെയാണ് ആനയിക്കപ്പെട്ടത്? പ്രാർത്ഥനയിലൂടെയും എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ പഠിപ്പിക്കലുകളിലൂടെയും പ്രഖ്യാപനങ്ങളിലൂടെയും. കണ്ടോ? മനസ്സിലായോ? ആ പോയിന്റ് മനസ്സിലായോ? ഒരു മാർപ്പാപ്പയുടെ ദൗത്യം കണ്ടോ? മനസ്സിലായോ? ഒരു ചോദ്യം കേട്ടതിന് ഉടനെ അങ്ങോട്ട് ചാടിക്കേറി ഉത്തരം കൊടുക്കുകയല്ല, റിപ്ലൈ കൊടുക്കുകയല്ല. അപ്പൊ അതിന് പ്രാർത്ഥന ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവ് എന്താണ് ഈ കാര്യത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കണേ എന്നുള്ള ഒരാലോചന, അല്ലേ? അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, എന്താണ്? ഒരു തീരുമാനമെടുക്കാൻ കാത്തിരിക്കാൻ, അല്ലേ? ഒരു തീരുമാനമെടുക്കാൻ കാത്തിരിക്കണം. വെയിറ്റിംഗ്. മനസ്സിലായേ? അപ്പോൾ വെയിറ്റ് ചെയ്യണത് നമ്മൾ എന്തിനാണ്? നമ്മുടെ സ്വന്തമല്ലാത്തതും നമ്മുടെ കയ്യിലില്ലാത്തതുമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കാനും എന്ന് പറയുമ്പോൾ ആ തീരുമാനം ആരുടേതാ? തീരുമാനം ദൈവത്തിൻ്റെതാണ്, നമ്മുടേതല്ല. അപ്പൊ ഈ അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ആ ചിന്താധാരയിലേക്ക് ഞാൻ ആനയിക്കപ്പെട്ടു. സഭയൊരു സൈനിക ആശുപത്രിയായി കണ്ട് ഏറ്റവും അധികം, അതായത് ഏറ്റവും കൂടുതൽ മുറിവേറ്റവരെ ചികിത്സിക്കണം. അപ്പൊ അതിനെന്തുണ്ടാവണം? ഒരാശുപത്രി ഉണ്ടാവണം. രോഗികളെ ചികിത്സിക്കണമെങ്കിൽ എന്ത് വേണം? ഒരാശുപത്രി ഉണ്ടാവണം. അപ്പൊ അതിന്, അല്ലേ, സഭ തന്നെ ഒരു ആശുപത്രിയായിട്ട് മാറുകയാണ് അവിടെ. അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സഭ തന്നെ ഒരാശുപത്രിയായിട്ട് മാറും. സഭയൊരു സൈനിക ആശുപത്രിയായി കണ്ട് ഏറ്റവും അധികം പരിക്കേറ്റവർക്ക് ചികിത്സ നൽകണമെന്ന ചിന്താധാരയിലേക്ക് ഞാൻ ആനയിക്കപ്പെട്ടു. മനസ്സിലായി? സാമീപ്യം കൊണ്ടും അടുപ്പം കൊണ്ടും. പിന്നെയും 2 പോയിന്റ് പറയണം കേട്ടോ, 2 കാര്യങ്ങൾ പറയണം. എന്താണ്? സാമീപ്യം കൊണ്ടും അടുപ്പം കൊണ്ടും. കണ്ടോ? മുറിവേറ്റവരെ സാമീപ്യം കൊണ്ടും അടുപ്പം കൊണ്ടും, അല്ലെങ്കിൽ ചികിത്സിക്കേണ്ടവരെന്ത് ചെയ്യണം? സാമീപ്യം കൊണ്ടും അടുപ്പം കൊണ്ടും. അപ്പൊ പരിഹാരം കാണാനാവാത്ത പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. മനസ്സിലായോ? പ്രാർത്ഥനയിലൂടെയാണ് ഈ പരിഹാരം കാണാനാവാത്ത പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകണത്. നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടോ മാത്രമല്ലെന്നല്ല, അങ്ങനെ അല്ല. മനസ്സിലായോ? നമ്മൾ വിചാരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണ്, അല്ലെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. അപ്പൊ സാമീപ്യം കൊണ്ടും അടുപ്പം കൊണ്ടും ജനങ്ങളുടെ ഹൃദയത്തെ, അതിന്റെ ഇടയ്ക്ക് ഒരു വാക്ക് വിട്ടുപോയി. കണ്ടോ? സാമീപ്യം കൊണ്ടും അടുപ്പം കൊണ്ടും സഭ ജനങ്ങളുടെ ഹൃദയത്തെ, കണ്ടോ? സഭ ജനങ്ങളുടെ ഹൃദയത്തെ ഊഷ്മളമാക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. കണ്ടോ? സഭയുടെ സാമീപ്യം കൊണ്ടും അടുപ്പം കൊണ്ടുമാണ് ജനങ്ങളുടെ ഹൃദയത്തെ ഊഷ്മളമാക്കുന്നത്. അതത്രയും മനസ്സിലായല്ലോ, അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ.
ഫ്രാൻസിസ് മാർപ്പാപ്പയോട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. കരുണ എന്നാൽ അങ്ങേക്ക് എന്താണ്? കരുണ എന്നാൽ അങ്ങേക്ക് എന്താണ്? ഇത് നമ്മൾ എപ്പോഴെങ്കിലും നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? കരുണ എന്താണെന്ന്, നമുക്ക് എങ്ങനെയാണ് കരുണ, അല്ലെങ്കിൽ കരുണ എന്നാൽ അങ്ങേക്ക് എന്താണ്? അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കുകയാണ്, കരുണ എന്നാൽ അങ്ങേക്ക് എന്താണ്? മനസ്സിലായോ? അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മറുപടി കൊടുക്കുകയാണ്. പദശാസ്ത്രപരമായി കരുണ എന്നത് മിസ്കോർഡിസിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്, അല്ലെങ്കിൽ അല്ലെ രൂപം പ്രാപിച്ചതാണ്. ആ വാക്കിൽ നിന്നാണ് കരുണ എന്ന വാക്ക് രൂപം പ്രാപിച്ചത്. അതിനർത്ഥം ഒരുവന്റെ ഹൃദയം നികൃഷ്ടതയിലേക്ക്, അതായത് ഹീനമായ അവസ്ഥയിലേക്ക് തുറക്കുന്നുവെന്നാണ്. ഉടൻ തന്നെ നാം കർത്താവിന്റെ പക്കലേക്ക് പോകുന്നു. കരുണയാണ് ദൈവത്തിന്റെ മനോഭാവം. അത് ദൈവം തന്നെ സ്വയം നൽകുന്ന അനുഭവമാണ്. കണ്ടോ? കരുണയാണ് ദൈവത്തിന്റെ മനോഭാവം. അത് ദൈവം തന്നെ സ്വയം നൽകുന്ന അനുഭവമാണ്. അതാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ സംഭവിക്കുന്നത്. ദൈവം തന്നെ നൽകുന്നു. ആ അനുഭവമാണ് നാം എപ്പോഴും വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത്. എന്തനുഭവം? ദൈവം ദൈവത്തെ തന്നെ നമുക്കായി നൽകുന്നു. അനുഭവമാണ് അത്. ദൈവം തന്നെ സ്വയം നൽകുന്ന, കണ്ടോ, സ്വയം നൽകുന്ന. അതാണ് ഇപ്പൊ ആ സ്വയം നൽകുന്ന, സ്വയം എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോഴേ ലത്തീൻ ആരാധനക്രമത്തിൽ എന്താണ് കൂദാശ അല്ലേ, ആ സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് കടക്കണ സമയത്ത് എന്താണ്, അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി മനസാലെ, കണ്ടോ, ആ ഒറ്റ വാക്കാണ്. എന്താണ്? അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ മനസാലെ പീഡകൾ സഹിച്ചപ്പോൾ. മനസാലെ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാണോ? അല്ലെങ്കിൽ പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണോ? മനസ്സിലായോ? മറ്റെന്തെങ്കിലും നിർബന്ധം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടായത് കൊണ്ടിട്ടാണോ? മനസാലെ, അതാണ്. അത് ദൈവം തന്നെ സ്വയം നൽകുന്ന അനുഭവമാണ്. നമ്മെ സ്വീകരിക്കുന്നു, ക്ഷമിക്കാനായി തന്നെ വിനീതനാക്കുന്നു. യേശു പറഞ്ഞു, നീതിമാന്മാരെയല്ല പാപികളെ തേടിയാണ് അവിടുന്ന് വന്നതെന്ന്. വൈദ്യനെ ആവശ്യമില്ലാത്ത ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയല്ല അവിടുന്ന് വന്നത്, പിന്നെയോ എന്നാൽ രോഗികൾക്ക് വേണ്ടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം, ഇതാണ് ദൈവത്തിന്റെ തനിമയാർന്ന, അതായത് യാഥാർത്ഥ്യമാർന്ന വ്യക്തിത്വം. അതായത് ചോദ്യം എന്തായിരുന്നു? കരുണ എന്നാൽ അങ്ങേക്ക് എന്താണ് എന്നാണല്ലോ ചോദ്യം. അപ്പോ കരുണ എന്നാൽ എനിക്ക് ഇതാണ് എന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ദൈവത്തിന്റെ തനിമയാർന്ന വ്യക്തിത്വം. കരുണയുടെ ദൈവമാണ് അവിടുന്ന്. കരുണയുടെ ദൈവമാണ് അവിടുന്ന്. കരുണയുള്ള ദൈവമാണ് അവിടുന്ന്, അല്ലേ? കരുണയുടെ ദൈവമാണ് അവിടുന്ന്. കരുണയുള്ള ദൈവമാണ് അവിടുന്ന്. എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ 16-ാം അധ്യായത്തിലെ ജെറുസലേമിന്റെ കഥ എന്നെ എപ്പോഴും ആകർഷിക്കാറുണ്ട്. ഈ കഥ ജെറുസലേമിനെ ഒരു കൊച്ചു പെൺകുട്ടിയുമായി സാദൃശ്യപ്പെടുത്തുന്നു. പൊക്കിൽ കൊടി മുറിച്ചിട്ടില്ലാത്ത അവൾ ചോര പുരണ്ട നിലയിൽ ഉപേക്ഷിക്കപ്പെടുന്നു. രക്തം വാർന്നൊലിക്കുന്ന അവളെ ദൈവം കണ്ടെത്തുന്നു. ദൈവം അവളുടെ രക്തം കഴുകിക്കളഞ്ഞ് അവളെ അഭിഷേകം ചെയ്തു, പുതുവസ്ത്രങ്ങൾ അണിയിച്ചു. അവൾ വളർന്നു വലുതായപ്പോൾ അവളെ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചു. പക്ഷേ സ്വന്തം സൗന്ദര്യത്താൽ ആകൃഷ്ടയായ അവൾ വേശ്യയായി തീർന്നു. പണത്തിനു വേണ്ടിയല്ല, അവൾ കാമുകന്മാർക്ക് സ്വയം പ്രതിഫലം നൽകി. എന്നിരുന്നാലും ദൈവം തന്റെ ഉടമ്പടി ഒരിക്കലും മറക്കില്ല. ദൈവം അവളെ അവളുടെ സഹോദരിമാർക്ക് മുകളിൽ വയ്ക്കും. അങ്ങനെ ജെറുസലേം ഓർമ്മിക്കുകയും ലജ്ജിക്കുകയും ചെയ്യും. എസെക്കിയേൽ 16-ാം അധ്യായം 63-ാമത്തെ വചനത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ കാര്യത്തേക്കെല്ലാം പരാമർശിച്ചിരിക്കുന്നത്. ആ വചനത്തെ അല്ലെങ്കിൽ ആ അധ്യായത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ കോട്ട് ചെയ്യാണ്. ലജ്ജിക്കുകയും ചെയ്യും. അവൾ ചെയ്തത് അല്ലേ, അങ്ങനെ ജെറുസലേം ഓർമ്മിക്കുകയും ലജ്ജിക്കുകയും ചെയ്യും. എപ്പോൾ അവൾ ചെയ്തത് ക്ഷമിക്കപ്പെടുമ്പോൾ. ഉണ്ടോ? അപ്പൊ ഇവിടെ
മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വേശ്യ ആയി തീർന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ജെറുസലേമിന് ഒരു വേശ്യയായിട്ട് കർത്താവ് തന്നെ എന്ത് ചെയ്യുന്നു അല്ലേ? ഒരു പെൺകുട്ടിയുമായിട്ട് അല്ലേ ഉപമിക്കുകയാണ് ജെറുസലേമിന്. ഇതേപോലെ തന്നെ നമുക്ക് കാണാം പുതിയ നിയമത്തിൽ സുവിശേഷ ഭാഗത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായം എന്താണെന്നറിയോ? എന്താണത്? സമരിയാക്കാരുടെ ഉപമയാണ് അല്ലേ? അപ്പൊ ആ സമരിയക്കാരുടെ ഉപമയിലും കർത്താവ് പറയാനുണ്ട്. എന്ത് പറയാനുണ്ട്? ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അവിടെ വരുന്നത് എന്താണ്? സമരിയാക്കാരോട് ഈശോ പറയണത്, അതായത് 4-ാം അധ്യായം 16, 17, 18 വചനങ്ങളാണ്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. മനസ്സിലായോ? ഈശോ പറയാണ്, നീ പോയിട്ട് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ. അപ്പൊ ഞാനതൊന്ന് ഇവിടെ വായിക്കട്ടെ. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. അപ്പൊ ഇവിടെയും നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിടക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്തെന്ന്? ഈ സമരിയാക്കാരി ഒരു വേശ്യ അല്ലേ, ഒരു ചീത്ത ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീയാണെന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലേ? അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ അവളുടെ ഭർത്താവല്ല. അപ്പൊ 6 പേരുടെ കൂടെ ഇവള് ജീവിച്ചിരിക്കണു അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ജീവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു തെറ്റിദ്ധാരണ വരോ ഇല്ലയോ? മനസ്സിലായി? അപ്പൊ എന്താണ് ഇവിടെ ഭർത്താക്കന്മാര്? ഇവിടെ വേശ്യ ആയിട്ടൊക്കെ മുദ്ര കുത്തപ്പെടുന്നത് എന്താണ് ഈ പദത്തിനർത്ഥം? എന്താണ് ഈ വാക്കിനർത്ഥം ആക്കുന്നത് കർത്താവ്? അത് ചുരുക്കി പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞ എന്താണ്? വിഗ്രഹാരാധനയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. എന്തിനെയാണ് ഉപമിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനോട് ബന്ധപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്ന കർത്താവ്? ജെറുസലേം എന്താണ്? വിഗ്രഹാരാധന. മനസ്സിലായോ? അത് ഈ 16-ാം അധ്യായത്തിലെല്ലാം എഴുതിയിട്ടുണ്ട്. എസെക്കിയേൽ. മനസ്സിലായോ? വിഗ്രഹാരാധന. മനസ്സിലായോ? അപ്പൊ അതെപ്പോഴും അപ്പൊ ഈ സമരിയാക്കാരി സ്ത്രീ ഒരിക്കലും ചീത്ത സ്ത്രീ ആയിരുന്നോ? നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ചീത്ത സ്ത്രീ ആയിരുന്നോ? അല്ല. മനസ്സിലാവുണ്ടോ? അവൾ 5 ഭർത്താവ്. അപ്പൊ ആലങ്കാരികമായിട്ട് ഇവിടെ ഉപയോഗിക്കുകയാണ് ചില വാക്കുകളെ. മനസ്സിലായി? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയണത് ആ അർത്ഥത്തിലാണ്. ഏശയ്യ 54-ാം അധ്യായം 5-ാമത്തെ വചനമൊക്കെ പറയണത് നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ് എന്നൊക്കെ പറയണതിന്റെ പൊരുള് ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്. മറ്റൊരു അല്ലേ, ആ 1-ാം കൽപ്പനയാണ് അല്ലേ, 1-ാമത്തെ പ്രമാണമാണ്. എന്താണ് 1-ാമത്തെ പ്രമാണം? അല്ലേ, നിന്റെ ദൈവമേ അല്ലേ, മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്, ആ ദൈവത്തെ മാത്രമേ നീ ആരാധിക്കാവൂ. അപ്പൊ മറ്റു വിഗ്രഹാരാധനകളിലേക്ക് പോകുമ്പോൾ അതിനെ എന്തുമായിട്ട് ഉപമിച്ചിരുന്നു അല്ലേ? അതൊരു വേശ്യാവൃത്തിയായിട്ട്. മനസ്സിലാവുണ്ടോ? ഒരു വേശ്യ ആയ ഒരു സ്ത്രീയെ അല്ലേ, ആ പ്രവർത്തനവുമായിട്ട് അതിനെ ഉപമിക്കുകയാണ് കർത്താവ്. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈ വേശ്യ എന്ന വാക്കോ അല്ലെങ്കിൽ ഈ 5 ഭർത്താക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവളൊരു ചീത്ത സ്ത്രീയായിരുന്നു എന്ന് കരുതരുത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പഠന ബൈബിൾ എടുത്തേ, ഈ സമരിയാക്കാരുടെ അവിടെ ആ ഭാഗം നിങ്ങളെടുത്തേ. പഠന ബൈബിളിൽ നിന്ന് എടുക്കണം കേട്ടോ. പഠന ബൈബിൾ എടുക്കണേ. പഠന ബൈബിളിൽ നിന്ന് എടുക്കുക. അപ്പൊ അവിടെ 4-ാം അധ്യായത്തിലാണല്ലോ സമരിയാക്കാരുടെ ഈ കഥ പറയണത്. അപ്പോ ആ 4-ാം അധ്യായത്തിൽ 18-ാമത്തെ വചനം അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ ഫുട് നോട്ടിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് ഞാനൊന്ന് വായിക്കാൻ പോണേണ്. അപ്പൊ പഠന ബൈബിള് ശ്രദ്ധിക്കണേ. സാധാരണ ബൈബിളല്ല, പഠന ബൈബിളിൽ നിന്നാണ് അതിന്റെ ഫുട് നോട്ടിൽ ഈ 4, അതായത് 5 ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ ആ വ്യാഖ്യാനം ഞാനൊന്നിങ്ങനെ വായിക്കാൻ പോവാണ്. മനസ്സിലായോ? വായിക്കണേ ഉള്ളൂ, കാരണം അതൊന്നും അങ്ങനെ വലുതായിട്ട് പറഞ്ഞു തരാനുള്ളൊരു ഇതൊന്നും എനിക്കില്ല. അപ്പൊ എന്തായാലും ഞാനിവിടെ വായിക്കാം. ഏകദേശം നിങ്ങൾക്കത് മനസ്സിലാകുമായിരിക്കും.
അപ്പോൾ ഞാനിവിടെ വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഠന ബൈബിളിൽ അത് നോക്കിയിരിക്കും. കിട്ടിയല്ലോ അല്ലേ? കിട്ടിയല്ലോ. 5 ഭർത്താക്കന്മാർ എന്ന് എഴുതിയേക്കണുണ്ടോ? ആ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആ പേജ് എടുക്കുമ്പോഴത്തേക്കും അല്ലേ, ആ വലതുവശത്തായിട്ട് 4:18 എന്ന് പറഞ്ഞ വചനത്തെ നിങ്ങൾ ഫുട് നോട്ടിൽ നോക്കി. 4:18 എന്ന് പറഞ്ഞ വചനം 5 ഭർത്താക്കന്മാർ എന്ന് ഹെഡ്ലൈൻ എഴുതിയിട്ടിട്ട് പറയാണ്. ശ്രദ്ധിക്കണേ, ഞാനിനി വായിക്കാൻ പോണേണേ. 5 ഭർത്താക്കന്മാരെന്ന പരാമർശം സമരിയാക്കാരുടെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. കണ്ടോ, സമരിയാക്കാരുടെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്നിട്ട് അതിനെ വചനത്തിലേക്ക് കൂടെ കൂട്ടെ. അപ്പോൾ ആ വചനമൊന്നും നമ്മളിപ്പോൾ എടുത്ത് വായിക്കണില്ല. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 24-ാം അധ്യായം 24-31 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ അതിലെല്ലാം കാണുന്നതനുസരിച്ച് 5 വിദേശ ഗോത്രങ്ങൾ വടക്കൻ പാലസ്തീനായി, കണ്ടോ, 5 വിദേശ ഗോത്രങ്ങൾ വടക്കൻ പലസ്തീനായിലെ ഇസ്രായേലേരുമായി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അവരുടെ 5 ദേവന്മാരെ, ശ്രദ്ധിക്കണേ, അവരുടെ 5 ദേവന്മാരെ ഇസ്രായേൽക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ വിഗ്രഹങ്ങൾ ബാൽ എന്ന പേരിലാണ് അഭിസംബോധന ചെയ്യപ്പെട്ടിരുന്നത്. ബാൽ എന്ന പദത്തിന് നാഥൻ, ഭർത്താവ് എന്നീ 2 അർത്ഥങ്ങളുണ്ട്. കണ്ടോ, ബാൽ എന്ന ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, സുവിശേഷ ഭാഗത്തിൽ നിന്ന് തന്നെ അല്ലേ. ബാല് പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും കേട്ടിട്ടുണ്ട് അല്ലേ. ബാല് എന്താണ്? ബാൽ എന്ന പദത്തിന് അർത്ഥം എന്താണ്? നാഥൻ അല്ലെങ്കിൽ ഭർത്താവ്. ഈ 2 വാക്കുകൾ 2 അർത്ഥങ്ങൾ വരും. എന്നീ 2 അർത്ഥങ്ങളുണ്ട്. 5 ഭർത്താക്കന്മാർ സമരിയാക്കാർ വണങ്ങിയിരുന്ന 5 ദേവന്മാരെയാകാം സൂചിപ്പിക്കുന്നത്. കണ്ടോ, എന്താണ് 5 ഭർത്താക്കന്മാർ എന്നത്? സമരിയാക്കാർ വണങ്ങിയിരുന്ന 5 ദേവന്മാരെയാകാം സൂചിപ്പിക്കുന്നത്. കണ്ടോ, അവൾ 5 ദേവന്മാരെ അല്ലേ എന്ത് ചെയ്തിരുന്നു? വണങ്ങിയിരുന്നു, അല്ലെങ്കിൽ ആരാധിച്ചിരുന്നു അല്ലേ. മനസ്സിലാവുണ്ടോ? 5 ദേവന്മാരെ സൂചിപ്പിക്കുന്നത്. വിജാതീയ ദേവന്മാരെ സേവിക്കുന്നത്, കണ്ടോ, വിജാതീയ ദേവന്മാരെ സേവിക്കുന്നത് ഉടമ്പടി ഭർത്താവായ യാഹ്വേയോടുള്ള, കണ്ടോ, യാഹ്വേയോടുള്ള ഉടമ്പടി ഭർത്താവായ യാഹ്വേയോടുള്ള വിശ്വാസവഞ്ചനയാണെന്ന് പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തെ താക്കീത് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഉടമ്പടി ഭർത്താവായ കർത്താവിനെ വിട്ടിട്ട് അവരെന്ത് ചെയ്തു? വിഗ്രഹാരാധനയിലേക്ക് ദേവന്മാരുടെ, വിജാതീയ ദേവന്മാരെ ആരാധിക്കാൻ തുടങ്ങി. ഈ കാര്യത്തെയാണ് അത് വേശ്യാവൃത്തിയുമായിട്ട് കണക്ട് ചെയ്യണത് വിശുദ്ധ ഗ്രന്ഥം. മനസ്സിലാവുണ്ടോ? അല്ലാണ്ട് ആ സമരിയാക്കാരി ഒരു ചീത്ത സ്ത്രീ ആയതുകൊണ്ടല്ല എന്നുള്ളത് വളരെ വ്യക്തമാകാനാണ് ഇപ്പോൾ. മനസ്സിലാവുണ്ടോ? ഈ ഒറ്റ കോട്ട് പോരെ അല്ലേ, ഈ ഒരൊറ്റ ഇതുപോരെ ഈ പഠന ബൈബിളിൽ നിന്ന് നമുക്കിതിനെ മനസ്സിലാക്കാൻ വ്യക്തമായിട്ട്? വേറെ ഏതെങ്കിലും പ്രബോധനം വേണോ? മനസ്സിലാവുണ്ടോ? അതാണ് ഈ പഠന ബൈബിളിന്റെ ഒരു ഗുണം. താക്കീത്. എങ്കിലും ദൈവത്തിന് ഇസ്രായേൽ ജനത്തിന്റെ മേൽ കരുണയുണ്ടാകുമെന്നും, ശ്രദ്ധിക്കണേ, എങ്കിലും ദൈവത്തിന് ഇസ്രായേൽ ജനത്തിന്റെ മേൽ കരുണയുണ്ടാകുമെന്നും ഒരു പുതിയ ഉടമ്പടി വഴി, കണ്ടോ, ഒരു പുതിയ ഉടമ്പടി വഴി, ആ പുതിയ ഉടമ്പടിയൊക്കെ അല്ലെ, ആ പുതിയ ഉടമ്പടിയിലാണ് ഇപ്പോൾ നമ്മൾ. ആ ഒരു പുതിയ ഉടമ്പടി വഴി ദൈവം വീണ്ടും അവരുടെ ഉടമ്പടി ഭർത്താവായി ഭവിക്കുമെന്നുള്ള പ്രത്യാശ അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. കണ്ടോ, ഈ ഉടമ്പടി അല്ലേ, ആ അർത്ഥത്തിലാണ് കത്തോലിക്ക സഭയിൽ എന്തില്ല? വിവാഹം, മോചനം എന്നൊന്നില്ല കത്തോലിക്ക സഭയിൽ. എന്തുകൊണ്ടാ? ഭാര്യയും ഭർത്താവും വിവാഹമോചിതരായാലും അവിടെ ആരുണ്ട്? അതിൻ്റെ നടുക്ക് ആരുടെ കെയർ ഓഫാണ് അത്? ആരിലാണ് ആ ഉടമ്പടി സ്ഥാപിച്ചത്? ആരിലാണ്? കർത്താവ് ഈശോ മിശിഹായിലാണ് ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത്. അവൻ അവിടെ നിന്ന് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയിൽ എന്തില്ല? വിവാഹം എന്ന, മോചനം എന്ന ആ ഒരു കാര്യം ഇല്ല. എങ്കിലും വിവാഹമോചനം ഉണ്ടാകാറുണ്ട്. അതിന് മറ്റു ചില കാരണങ്ങളുണ്ട്. നുണ പറഞ്ഞ് വിവാഹം അല്ലേ, ഇപ്പോൾ ഒരു മാനസിക രോഗിയായ ആളെ അത് വെളിപ്പെടുത്താതെ എന്ത് ചെയ്യും? അത് നുണ പറഞ്ഞ് വിവാഹം നടത്തും. പിന്നീട് വിവാഹത്തിന് അപ്പോൾ അതിൽ തന്നെ ആ കൂദാശ അസാധുവാകും. അങ്ങനെ വിവാഹമോചനമുണ്ട്.
കേട്ടോ. പക്ഷെ എന്തില്ല ശരിക്കും വിവാഹമോചനം. അപ്പോൾ എന്താണ് ആ വിവാഹമോചനം? അല്ലേ, അത് എങ്ങനെയാണ് സംഭവിക്കണേ? ആ കൂദാശ അതിൽ തന്നെ അസാധുവാകും. നുണ പറഞ്ഞുള്ള കൂദാശ വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് അതിൽ തന്നെ അസാധുവാകും. അങ്ങനെ വരുമ്പോൾ അത് വിവാഹമോചനത്തിലേക്ക് പോകും. കത്തോലിക്ക സഭയിൽ വിവാഹമോചനം എന്നൊന്നില്ല, സത്യം പറഞ്ഞു മനസ്സിലാവണം. അതെന്തുകൊണ്ടാണ്? ഭാര്യയും ഭർത്താവും മോചിതരായാലും അവിടെ മറ്റൊരുത്തനുണ്ട്. അവൻ ആ ഉടമ്പടി എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ലംഘിക്കാനോ അതിനെ അസാധുവാക്കാനോ അല്ലെങ്കിൽ അതിനെ മാറ്റിക്കളയാനോ പറ്റില്ല. മനസ്സിലാവണ്ടോ? വധു ആ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയാലും വരൻ ആ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയാലും കർത്താവ് ഈശോ മിശിഹ ആ ഉടമ്പടിയിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് വിവാഹമോചനം എന്നൊന്നില്ല എന്ന് പറയാനായിട്ടുള്ള റീസൺ. മനസ്സിലായ? കത്തോലിക്ക സഭയിൽ അതും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പൊ പുതിയ ഉടമ്പടി വഴി ദൈവം വീണ്ടും അവരുടെ ഉടമ്പടി ഭർത്താവായി ഭവിക്കുമെന്നുള്ള പ്രത്യാശ അവർ കാത്തു സൂക്ഷിച്ചു. ഹോസിയ 2-ാം അധ്യായം 16 മുതൽ ഒക്കെ വചനം ഇവിടെ കോട്ട് ചെയ്തേക്കണാണ് അതിന്റെ പഴയ നിയമത്തിൽ. ശ്രദ്ധിക്കണേ. ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല എന്ന് പറയുമ്പോൾ അവൻ 6ാമത്തവനാണ്. കണ്ടോ, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന് ഈശോ അവളോട് പറയുമ്പോൾ അത് 6ാമത്തെ ആളെ കുറിച്ച് പറയാം. കണ്ടോ, 6ാമത്തെ ദേവനെ കുറിച്ചാണ്. 6ാമത്തവനാണ് എന്ന ധ്വനിയുണ്ട്. 7ാമത്തവനാണ് യേശു. കണ്ടോ, 7ാമത്തവൻ. അപ്പൊ 7 എന്ന് പറയണത് ഒരു പൂർണ്ണതയാണ്. അതാണ് 7 കൂദാശകൾ എന്നൊക്കെ അല്ലേ. 7ാമത്തവനാണ് യേശു. എല്ലാ ദാഹവും അവനിലാണ് ശമിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് ഞാൻ ആ വേശ്യാവൃത്തിന്ന് നമ്മൾ വേശ്യയായി തീർന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ വായിച്ചപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഞാൻ ആ അക്ഷരാർത്ഥത്തിലാണ് നമ്മൾ വേശ്യയായി തീർന്നു, അല്ല ആ ചീത്ത ഒരവസ്ഥയിലാണ്, ആ അക്ഷരാർത്ഥത്തിലാണ് ഞാൻ കണ്ടിരുന്നത്. നമുക്കതിനെക്കുറിച്ച് വേറെ പൊരുളൊന്നും അറിയില്ലായിരുന്നു. പിന്നീടാണ് അത് മനസ്സിലായത്. ഇത് വിഗ്രഹാരാധനയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കണേ എന്നുള്ളത്. ഈ സമരിയാക്കാരിയോട് ഈ 5 ഭർത്താക്കന്മാരുടെ കാര്യം പറയണതും എല്ലാം അത് അവളൊരു ചീത്ത സ്ത്രീ ആയതുകൊണ്ടല്ല, മറിച്ച് അവൾ വിഗ്രഹാരാധനയിലാണ് എന്നതിനെ കർത്താവ് ഘോരമായിട്ട് അവളെ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ ആ വിഗ്രഹാരാധനയിൽ നിന്ന് അവളെ തിരിച്ചു കൊണ്ടുവരുന്നു. സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ് എന്ന ആ കാര്യത്തിലേക്ക് അവളെ തിരിച്ചുകൊണ്ടുവരികയാണ് കർത്താവ് വിശ്വസിച്ച സമരിയാക്കാരി. അവിടെ കർത്താവ് വിജയിച്ചു. അപ്പൊ അതാണ് ആ ഒറ്റ വാക്കിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇത്രയും പറഞ്ഞത്. എന്ത് വാക്കാണ്? ഞാനിത് അപ്പാപ്പ വാക്ക് പറയണില്ല ഇനി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആ ഒരൊറ്റ വാക്കിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. എസെക്കിയേൽ നമ്മൾ ഈ ദൈവത്തിന്റെ നാമം കരുണയാണെന്നുള്ള ആ ഇതിലോട്ട് തന്നെ ഉണ്ടോ. അപ്പൊ എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ 16-ാം അധ്യായത്തിലെ ജെറുസലേമിന്റെ കഥ എന്നെ എപ്പോഴും ആകർഷിക്കാറുണ്ട്. ആരെ ആകർഷിക്കാറുണ്ടെന്നാണ് ഈ പറയണേ? ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആകർഷിക്കാറുണ്ടെന്ന്. ഈ കഥ ജെറുസലേമിനെ ഒരു കൊച്ചു പെൺകുട്ടിയുമായി സാദൃശ്യപ്പെടുത്തുന്നു. പൊക്കിൾ കൊടി മുറിച്ചിട്ടില്ലാത്ത അവൾ ചോര പുരണ്ട നിലയിൽ ഉപേക്ഷിക്കപ്പെടുന്നു. രക്തം വാർന്നൊലിക്കുന്ന അവളെ ദൈവം കണ്ടെത്തുന്നു. ദൈവം അവളുടെ രക്തം കഴുകിക്കളഞ്ഞ് അവളെ അഭിഷേകം ചെയ്തു. അപ്പൊ ഇതെല്ലാം ആലങ്കാരികമായിട്ടാണ് കേട്ടോ പറയണേ. ആലങ്കാരികമായ ഒരു ഭാഷ ഉപയോഗിക്കാണ് ഇവിടെ. മനസ്സിലായോ? അവളെ അഭിഷേകം ചെയ്തു, പുതുവസ്ത്രങ്ങൾ അണിയിച്ചു. അവൾ വളർന്ന് വലുതായപ്പോൾ അവളെ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചു. പക്ഷേ സ്വന്തം സൗന്ദര്യത്തിൽ മതിമറന്നു സ്വയം ആകൃഷ്ടയായി അവൾ വേശ്യയായി തീർന്നു. പണത്തിന് വേണ്ടിയല്ല, അവൾ കാമുകന്മാർക്ക് സ്വയം പ്രതിഫലം നൽകി. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, എന്നിരുന്നാലും ഇത്രയൊക്കെ ചെയ്തു ജെറുസലേം, പക്ഷെ എന്നിരുന്നാലും എന്തില്ല, കർത്താവ് ആ ഉടമ്പടിയിൽ നിന്ന് ഒരിക്കലും മാറില്ല. മനസ്സിലാവുണ്ടോ? എന്തുകൊണ്ടാ? കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ടാണ്
കർത്താവിന് ആ ഉടമ്പടിയിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റില്ല. ആ ഉടമ്പടി നിന്ന് കർത്താവ് മാറുകയുമില്ല, ആ ഉടമ്പടി മറക്കുകയുമില്ല. ദൈവം തൻ്റെ ഉടമ്പടി ഒരിക്കലും മറക്കില്ല. ദൈവം അവളെ അവളുടെ സഹോദരിമാർക്ക് മുകളിൽ വയ്ക്കും. അങ്ങനെ ജെറുസലേം ഓർമ്മിക്കുകയും ലജ്ജിക്കുകയും ചെയ്യും. കണ്ടോ, അങ്ങനെ ജെറുസലേം ഓർമ്മിക്കുകയും ലജ്ജിക്കുകയും ചെയ്യും. എപ്പോഴാണ്? അവൾ ചെയ്തത് ക്ഷമിക്കപ്പെടുമ്പോൾ. കണ്ടോ, കർത്താവ് അപ്പോഴും ഇവള് അല്ലെ ജെറുസലേം ചെയ്ത കാര്യങ്ങളെല്ലാം, ജെറുസലേം നിവാസി അല്ലെ ചെയ്ത കാര്യങ്ങളെല്ലാം അത് എന്ത് ചെയ്യുന്നു? കർത്താവ് ക്ഷമിക്കുകയാണ്. അപ്പോൾ ജെറുസലേം എന്ത് ചെയ്യും? ലജ്ജിക്കുകയും അല്ലെ ഓർമ്മിക്കുകയും ചെയ്യും ക്ഷമിക്കപ്പെടുമ്പോൾ. അപ്പോൾ എസെക്കിയേൽ 16 അധ്യായത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പം അത് നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. 16:63. അപ്പം ഞാനിപ്പോൾ അതൊന്നും എടുത്ത് വായിക്കണില്ല, നമ്മൾ അടിയിലേക്ക് പോവാണ്. ദൈവത്തിൻ്റെ നാമം കരുണയാണെന്ന് എൻ്റെ അടിയിലേക്ക് പോകണം. എന്നിട്ട് മാർപ്പാപ്പ പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളിൽ ഒന്നാണ്. എന്ത്? ഈ 16 അധ്യായം, ഈ എസെക്കിയേൽ 16 അധ്യായം. ആരെ സംബന്ധിച്ചിടത്തോളം? ഫ്രാൻസിസ് മാർപ്പാപ്പയെ. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളിൽ ഒന്നാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ തിരഞ്ഞെടുത്ത ജനമായി തുടരും. നിങ്ങൾ തിരഞ്ഞെടുത്ത ജനമായി തുടരും. ആര്? ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും കർത്താവ് പറയാണ്, നിങ്ങൾ തിരഞ്ഞെടുത്ത അല്ലേ, ഞാൻ തിരഞ്ഞെടുത്ത ജനമായി നിങ്ങൾ തുടരും. നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അതിനാൽ കരുണ ദൈവത്തിൻ്റെ വിശ്വസ്തതയുമായി ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ടോ, കർത്താവിൻ്റെ കരുണയെ വിശ്വസ്തതയുമായി ബന്ധപ്പെടുത്തുകയാണ് ഇവിടെ. കർത്താവിൻ്റെ കരുണയെ കർത്താവിൻ്റെ വിശ്വസ്തതയുമായി ബന്ധപ്പെടുത്തുന്നു. ഇപ്പോൾ മദർ തെരേസ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. മദർ തെരേസ പറയാണ്, കർത്താവ് എന്നെ വിളിച്ചതേ വിജയിക്കാനല്ല. നമ്മളെപ്പോഴും ഇങ്ങനെ വിജയിക്കുക അല്ലെ, ജയിക്കുക എന്നുള്ള ഒരു നിലപാടുള്ള ആൾക്കാരാണ് അല്ലേ. അങ്ങനത്തെ ഒരു ശൈലി അല്ലേ. നമുക്ക് തോക്കുക എന്നുള്ളൊരു പരിപാടി നമുക്ക് ഇഷ്ടമല്ലല്ലോ അല്ലേ. നമുക്കെപ്പോഴും ജയിച്ചു നിൽക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രഭാത പള്ളിപ്രസംഗം ആ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ജയിച്ചു നിൽക്കണമെന്ന നമ്മുടെ ആഗ്രഹം അത് ശരിയല്ലെന്നാ പറയണം. മനസ്സിലായ? ക്രിസ്ത്യാനിനെ സംബന്ധിച്ച്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനെ സംബന്ധിച്ച് എപ്പോഴും ജയിച്ചു നിൽക്കുക എന്നത് അതിൽ തന്നെ ഒരു കുറവുണ്ട്. അപ്പോൾ മദർ തെരേസ പറയാണ്, കർത്താവ് എന്നെ വിളിച്ചതേ ഞാൻ വിജയിക്കാനല്ല, മറിച്ച് എന്നെന്തിനായിരിക്കാം? ഞാൻ വിശ്വസ്തയായിരിക്കാനാണ്. എന്താണ്? ഞാൻ വിശ്വസ്തയായിരിക്കാനാണ്. മനസ്സിലായോ? അതാണ് വിശ്വസ്തതയ്ക്ക്. ആ വിശ്വസ്തത എന്ന് പറഞ്ഞ വാക്കിന് വലിയ 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 അർത്ഥമുണ്ട്, വലിയ അർത്ഥം. മനസ്സിലായോ? അതൊന്നും നമ്മളെ സംബന്ധിച്ചൊന്നും നമുക്കും അത് പറയാനോ അതിനെ ഒന്നും യഥാർത്ഥമായി കണ്ടെത്താനോ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അത് പരിശുദ്ധാത്മാവ് തന്നെ അതിലേക്ക് കൊണ്ടുപോയ കർത്താവിൻ്റെ കരുണയിൽ അല്ലെ, കരുണയാൽ പരിശുദ്ധാത്മാവ് നമ്മളെ അതിലേക്ക് മനസ്സിലാക്കാൻ കൊണ്ടുപോയാൽ ഒരുപക്ഷെ മനസ്സിലാകാൻ പറ്റും. അല്ല, പരിശുദ്ധാത്മാവ് കൊണ്ടുപോയാൽ ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം ആ വിശ്വസ്തത എന്ന വാക്ക് കരുണയുമായിട്ട് അല്ലെങ്കിൽ കരുണ വിശ്വസ്തത എന്ന വാക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വായിച്ചതൊന്നും കൂടി, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളിൽ ഒന്നാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ തെരഞ്ഞെടുത്ത ജനമായി തുടരും. നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അതിനാൽ കരുണ ദൈവത്തിൻ്റെ വിശ്വസ്തതയുമായി ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ എൻ്റെ ജനമായി തുടരും എന്നെല്ലാം എസെക്കിയേലിലെ 36 അധ്യായം, എസെക്കിയേൽ 36 അധ്യായം എടുത്ത് നിങ്ങൾ എസെക്കിയേൽ 36 അധ്യായം, എസെക്കിയേൽ 36 അധ്യായം. മുപ്പത്താറാം അധ്യായത്തിലെ 24 മുതലുള്ള വചനങ്ങൾ ഞാൻ വായിക്കട്ടെ. 24 മുതലുള്ള വചനങ്ങൾ, 24 മുതലുള്ള വചനങ്ങൾ വായിക്കണേ കേട്ടോ.
അപ്പം ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം എന്താണെന്ന് ഇതിനു മുമ്പ് നിങ്ങൾ പോയി നോക്കി വായിച്ചാൽ നിങ്ങൾക്കറിയാം അത്. അപ്പം അതൊന്നും ഞാനിപ്പോൾ വായിക്കണില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇത് വായിച്ചില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളിൽ ഒന്നാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ജനമായി തുടരും, നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും എന്നൊക്കെ പറയുമ്പോഴേ ഈ എസെക്കിയേൽ 36-ാം അധ്യായത്തിൽ 24 മുതൽ 28 വരെയുള്ള വചനങ്ങൾ ഇവിടെ കോട്ട് ചെയ്യാവുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഞാനത് 36-ാം അധ്യായത്തിൽ 24 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കട്ടെ. ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. കണ്ടോ, പ്രവചനമാണ്, പ്രവചനം. മനസ്സിലായേ? ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിലും നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസള ഹൃദയം നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. അപ്പം ഇതൊന്ന് ആ വചനങ്ങളൊന്ന് കോട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇത് ഞാൻ വായിച്ചപ്പോഴേ, ഞാൻ നേരത്തെ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വചനം അവിടെ കോട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളിൽ ഒന്നാണ്. നിങ്ങൾ തെരഞ്ഞെടുത്ത ജനമായി തുടരും, നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും, അതിനാൽ കരുണ ദൈവത്തിന്റെ വിശ്വസ്തതയുമായി ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ടോ, എന്തുകൊണ്ടാണ് വിശ്വസ്തതയുമായി ബന്ധപ്പെടുത്തിയത്? കാരണം അവൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തത ഉള്ളതുകൊണ്ടാണ് അവൻ്റെ ഉടമ്പടിയിൽ നിന്ന് ആരതിൽ നിന്ന് മാറിയാലും അവൻ അവിടെ നിന്ന് മാറാൻ പറ്റില്ല, മാറുകയുമില്ല. മനസ്സിലായോ? അതെന്തുകൊണ്ടാ? വിശ്വസ്തനായതുകൊണ്ടാ. ദൈവം വിശ്വസ്തനാണ്. മനസ്സിലായ? റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ്. തന്നെ നിഷേധിക്കാൻ കഴിയാത്തത് കൊണ്ട് കർത്താവ് വിശ്വസ്തനാണ്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനുള്ള 2-ാമത്തെ കത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. നാം അവിശ്വസ്തരായിരുന്നാലും, കണ്ടോ, നാം അവിശ്വസ്തരായിരുന്നാലും നമ്മൾ എന്തൊക്കെ തെറ്റല്ലേ, ചീത്ത, നമ്മളെ എങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് കർത്താവിനോട് പെരുമാറിയാലും എന്താണ് അല്ലേ, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ഉണ്ടോ? അവൻ അവിശ്വസ്തനായിരിക്കാൻ കഴിയില്ല. അവൻ അവിശ്വസ്തത കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ? അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് കാരണം തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല, അവൻ വിശ്വസ്തനായി തുടരുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോണേണ്ടോ? ഫ്രാൻസിസ് മാർപ്പാപ്പയോട് അടുത്ത ചോദ്യം. അപ്പൊ ഇത്രയും നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? കരുണ എന്നാൽ അങ്ങേക്ക് എന്താണ് എന്നാണ് അല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പയോടുണ്ടായിരുന്ന ചോദ്യം. അതാണിപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? അങ്ങയുടെ ഹൃദയത്തിലും, ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ശ്രദ്ധിക്കണേ, അങ്ങയുടെ ഹൃദയത്തിലും ജീവിതത്തിലും വ്യക്തിപരമായ അനുഭവങ്ങളിലും കരുണയുടെ സ്ഥാനവും അർത്ഥവും എന്താണ്? ബാല്യകാലത്ത് അങ്ങേക്കുണ്ടായ കരുണയുടെ ആദ്യത്തെ അനുഭവം എന്താണ്? ശ്രദ്ധിക്കണേ, ഒന്നും കൂടി ഞാൻ വായിക്കണാണ്. അങ്ങയുടെ ഹൃദയത്തിലും ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം അങ്ങയുടെ ഹൃദയത്തിലും, രണ്ടാമത്തേത് എന്താണ്? ജീവിതത്തിലും, മൂന്നാമത്തേത് എന്താണ്? വ്യക്തിപരമായ അനുഭവങ്ങളിലും. കണ്ടോ, 3 പോയിന്റ് വന്നേക്കണുണ്ടോ അവിടെ? ശ്രദ്ധിക്കണേ, അങ്ങയുടെ ഹൃദയത്തിലും ജീവിതത്തിലും വ്യക്തിപരമായ അനുഭവങ്ങളിലും കരുണയുടെ സ്ഥാനവും അർത്ഥവും എന്താണ്? ഹൃദയത്തില്, ജീവിതത്തില്, വ്യക്തിപരമായ അനുഭവത്തില് കരുണയുടെ സ്ഥാനവും അർത്ഥവും എന്താണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കാം. അതേപോലെ തന്നെ ബാല്യകാലത്ത് അങ്ങേക്കുണ്ടായ കരുണയുടെ ആദ്യത്തെ അനുഭവം എന്താണ്? കുഞ്ഞുനാളിൽ അല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുണ്ടായ കരുണയുടെ ആദ്യത്തെ അനുഭവം എന്താണ്? അങ്ങനെ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അപ്പം ഇതൊക്കെ നമ്മുടെ അടുത്തും ഇതിപ്പോൾ അല്ലേ, ഇപ്പം എൻ്റെയും കുറേ കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. മനസ്സിലായോ? അങ്ങയുടെ ഹൃദയത്തിലും ജീവിതത്തിലും വ്യക്തിപരമായ അനുഭവങ്ങളിലും കരുണയുടെ സ്ഥാനവും അർത്ഥവും എന്താണ്? അപ്പോൾ അതിനൊക്കെ എനിക്ക് ഒരുപാട് വ്യക്തിപരമായിട്ട് എനിക്കും പറയാനുണ്ട്. ഞാനിപ്പോൾ അതൊന്നും പറയണില്ല.
ബാല്യകാലത്ത് അങ്ങേക്കുണ്ടായ കരുണയുടെ ആദ്യത്തെ അനുഭവം എന്താണ്? ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഉത്തരത്തിലേക്ക് കടക്കാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന് ഉത്തരം കൊടുക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ 16-ാം അധ്യായത്തിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 16-ാം അധ്യായം നമ്മൾ പൊക്കത്ത് പറഞ്ഞു വെച്ച ഭാഗങ്ങൾ ആണ് വീണ്ടും മാർപ്പാപ്പ എടുക്കണേ. എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ 16-ാം അധ്യായത്തിന്റെ വെളിച്ചത്തിൽ കണ്ടോ, ആ 16-ാം അധ്യായത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് എന്റെ ജീവിതം വായിക്കാൻ കഴിയും. കണ്ടോ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, എന്റെ ജീവിതത്തെ ഞാൻ ആ 16-ാം അധ്യായം എസെക്കിയേൽ പ്രവാചകൻ ഗ്രന്ഥത്തിലൂടെ ആ 16-ാം അധ്യായത്തിലൂടെ എന്റെ ജീവിതത്തെ ഞാൻ വായിക്കുകയാണ്. ആ പേജുകൾ വായിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്യുന്നു, അതെല്ലാം എനിക്കായി എഴുതിയതാണെന്നും തോന്നുന്നു. കണ്ടോ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണാണ്, അത് എനിക്കായി എഴുതിയതാണെന്നും തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് എനിക്കായി എഴുതിയതാണെന്നും തോന്നുന്നു. പ്രവാചകൻ ലജ്ജയെക്കുറിച്ച് പറയുന്നു. അല്ലേ, നമ്മൾ ജെറുസലേമിന്റെ ലജ്ജിക്കും അല്ലേ, എല്ലാം ക്ഷമിക്കപ്പെടുമ്പോൾ അവൾ ലജ്ജിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യും, നമ്മൾ ഇപ്പൊ വായിച്ചില്ലേ. അപ്പൊ എന്താണ് ഇപ്പൊ പറയണേ? പ്രവാചകൻ ലജ്ജയെക്കുറിച്ച് പറയുന്നു. ലജ്ജ ഒരു കൃപയാണ്. ശ്രദ്ധിച്ചോ, ലജ്ജ ഒരു കൃപയാണ്. ഇതൊക്കെ ഞാനിതിപ്പോ ഇത് ആദ്യമായിട്ട് വായിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് ഒരു പുതിയ അറിവ് കിട്ടിയത്. ലജ്ജ എന്താണെന്ന്? ഒരു കൃപയാണ്. കൃപ എന്ത് സാധനമാണ് ഈ കൃപ? എന്തെന്നാണെന്ന് ഈ കൃപ? ലജ്ജ ഒരു കൃപയാണ്. ഈ ലജ്ജ എന്ന കാര്യത്തെ നമ്മൾ എപ്പോഴെങ്കിലും നല്ലതായിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലേ, നമ്മളെപ്പോഴും ഒരു പോരായ്മയോടുകൂടിയല്ലേ ആ വാക്കിനെ ഉപയോഗിക്കണേ? ആണോ അല്ലയോ? ഒരു പ്രത്യേക രീതിയിലല്ലേ ഉപയോഗിക്കണേ. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കണേ? ലജ്ജ ഒരു കൃപയാണ്. കൃപ ലജ്ജ ഒരു കൃപയാണ് എന്ന്. എന്തെന്നാണ് പറഞ്ഞേ? ലജ്ജ ഒരു ഇപ്പൊ ആരാണ് വന്നത്? ഇപ്പൊ ആരാ വന്നത്? ലൈല ചേച്ചിയാണോ? ഓക്കെ. ഇപ്പൊ ഇത് കേട്ടോ നിങ്ങൾ, ലജ്ജ ഒരു കൃപയാണ്. അത് ഞാൻ 3, 4, 5 പ്രാവശ്യം ഇങ്ങനെ പറയാണ്. കാരണം എൻ്റെ ആദ്യത്തെ അറിവാണ് എനിക്ക് ഈ ലജ്ജ ഒരു കൃപയാണെന്നുള്ളത്. ആദ്യത്തെ അറിവായിരുന്നു അത് വായിച്ചപ്പോൾ. ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് നമ്മൾ അല്ലേ, ഞാൻ ലജ്ജ എന്ന വാക്കിനെ അത്ര നല്ലതായിട്ട് കണ്ടിരുന്നില്ല. മനസ്സിലായ? അത്രേ ഒരു സുഖമില്ലാത്ത തരത്തിലുള്ള ഒരു വാക്കായിട്ടാണ് ഞാൻ ലജ്ജയെ കണ്ടിരുന്നത്, ലജ്ജ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴേ. പക്ഷേ അതെത്രയോ വലിയൊരു മൂല്യം ഉള്ള വാക്കാണെന്ന് ഇപ്പൊ മനസ്സിലാണ്. ലജ്ജ ഒരു കൃപയാണ്. ഒരാൾക്ക് ദൈവിക കൃപ അനുഭവപ്പെടുമ്പോൾ തന്നെക്കുറിച്ചും തന്റെ പാപത്തെക്കുറിച്ചും അയാൾക്ക് ലജ്ജ അനുഭവപ്പെടുന്നു. കണ്ടു, ഒരാൾക്ക് ദൈവിക കൃപ അനുഭവപ്പെടുമ്പോൾ, അതായത് പരിശുദ്ധാത്മാവിന്റെ ആ പ്രചോദനം, ആ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെക്കുറിച്ചും തന്റെ പാപത്തെക്കുറിച്ചും അയാൾക്ക് ലജ്ജ അനുഭവപ്പെടുന്നു. ശ്രദ്ധിക്കണോട്ടോ ഓരോ വാക്കും. വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ആത്മീയ വ്യായാമങ്ങളുടെ വൈരുദ്ധ്യാത്മകത ഒരു ലേഖനത്തിന്റെ പേരാണെന്ന് ഓർക്കണേ. എന്തെന്നാണ്? വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ആത്മീയ വ്യായാമങ്ങളുടെ വൈരുദ്ധ്യാത്മകത എന്ന ഗ്രന്ഥത്തിൽ. കണ്ടു, ഒരു ഗ്രന്ഥത്തിന്റെ പേരാണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പേരുള്ള ഗ്രന്ഥം അങ്ങനെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ഉണ്ട് എന്നുള്ളത്. ഇതിലാണ് ഇങ്ങനെ വായിക്കണേ. ആ പുസ്തകം വായിച്ചിട്ടില്ല. വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ആത്മീയ വ്യായാമങ്ങളുടെ വൈരുദ്ധ്യാത്മകത എന്ന ഗ്രന്ഥത്തിൽ ലജ്ജ എന്ന വിഷയത്തെക്കുറിച്ച് മഹാപണ്ഡിതനായ ഫാദർ ഗാസ്റ്റൺ ഫസാഡ്, അതായത് നമ്മൾ നേരത്തെ ഒരു കുമ്പസാരക്കാരനായ ഒരു അച്ഛനെ കുറിച്ച് ഖേദിക്കാത്തതിൽ നീ ഖേദിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു നമ്മൾ ആദ്യം ഒരു കാര്യമൊക്കെ വായിച്ചത് ഓർമ്മയുണ്ടോ? ആ വൈദികനെ കുറിച്ച് തന്നെയാണ് ഈ പറയണത്. മനസ്സിലായേ? മഹാപണ്ഡിതനായ ഫാദർ ഗാസ്റ്റൺ ഫസാഡ് എഴുതിയ മനോഹരമായൊരു ലേഖനമുണ്ട്. അപ്പൊ അദ്ദേഹം ആ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ലേഖനത്തെ അല്ലേ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ലജ്ജ എന്ന വാക്കിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, വിഷയത്തെക്കുറിച്ച്. വാക്കല്ല, ആ വിഷയത്തെക്കുറിച്ച്. മഹാപണ്ഡിതനായ ഫാദർ ഗാസ്റ്റൺ ഫസാഡ് എഴുതിയ മനോഹരമായ ലേഖനമുണ്ട്. ക്രൂശിതനായ യേശുവിന്റെ മുമ്പിൽ തന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ആവശ്യപ്പെടുന്ന കൃപകളിൽ ഒന്നാണ് ലജ്ജ.
കണ്ടോ, വിശുദ്ധ ഇഗ്നേഷ്യസ് പ്രാർത്ഥിച്ചിരുന്നത് എന്താണ്? എനിക്ക് ലജ്ജ തരണമെന്ന്, അല്ലേ? ഞാനത് എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞെന്നുള്ളൂ കേട്ടോ, അങ്ങനെ ഇവിടെ എഴുതിയിട്ടില്ല. ഇഗ്നേഷ്യസ് ആവശ്യപ്പെടുന്ന കൃപകളിൽ ഒന്നാണ് ലജ്ജ. അപ്പം എന്തായിരിക്കും? കർത്താവ് എൻ്റെ പാപങ്ങളെ ഓർത്ത്, അല്ലേ, എനിക്ക് അതിനോടൊക്കെ, അല്ലേ, ലജ്ജ തോന്നുന്ന, അല്ലേ, അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ? മനസ്സിലാവുണ്ടോ? ക്രൂശിത യേശുവിന്റെ മുമ്പിൽ തന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ആവശ്യപ്പെടുന്ന കൃപകളിൽ ഒന്നാണ് ലജ്ജ. അപ്പം മറ്റൊരു വശത്തൂടെ ചിന്തിക്കുകയാണെങ്കിലേ, നമുക്ക് ഒരു തെറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് ലജ്ജ തോന്നണില്ലെങ്കിലേ, ലജ്ജ തോന്നുന്നില്ലെങ്കിൽ ഈ കൃപയില്ലെന്നർത്ഥം, അല്ലേ? അപ്പോ കൃപയില്ലെന്നർത്ഥമല്ലേ? അങ്ങനെ ഉണ്ടോ? അല്ലേ? എന്തോ ഒരു പ്രശ്നമുണ്ടോ? അപ്പോൾ നമുക്ക് ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ കൃപാവരത്തിലായിരിക്കെ നമ്മൾ പെട്ടെന്നൊരു നെഗറ്റീവ് കാര്യം ചെയ്യുകയോ പറയുകയോ അല്ലെങ്കിൽ വിചാരിക്കുകയോ ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെ ഇരിക്കെ നമുക്കതിൽ ലജ്ജ തോന്നുന്നില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമില്ലേ? മനസ്സിലായ? അപ്പൊ അത് കൃപയായിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ അത് കൃപയിലായിരിക്കില്ലല്ലോ നമ്മളപ്പോ. മനസ്സിലായ? അപ്പൊ ലജ്ജ തോന്നണം എന്നാണ് പറയുന്നത്. ഉണ്ടോ? എസെക്കിയേലിൽ നിന്നുള്ള വചനഭാഗം നാം ലജ്ജിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ ആ പറഞ്ഞ ജെറുസലേം ലജ്ജിക്കുന്ന കാര്യമൊക്കെയാണ് അത് 16-ാം അധ്യായത്തിൽ എസെക്കിയേൽ. അപ്പൊ അത് തന്നെ ഇങ്ങനെ കോട്ട് ചെയ്യാണ് മാർപ്പാപ്പ. എസെക്കിയേലിൽ നിന്നുള്ള വചനഭാഗം നാം ലജ്ജിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ നികൃഷ്ടതയുടെയും പാപത്തിന്റെയും ചരിത്രത്തിൽ കർത്താവ് നമ്മോട് വിശ്വസ്തനായിരിക്കുകയും നമ്മെ പാപങ്ങളിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. ഒരു കൊച്ചുകുട്ടി എന്ന നിലയിൽ എനിക്ക് കരുണയെക്കുറിച്ച് പ്രത്യേക അനുഭവങ്ങളൊന്നുമില്ല. അപ്പോ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കുന്ന ചോദ്യത്തിനാണോ ഈ മാർപ്പാപ്പ ഈ ഉത്തരം കൊടുക്കണേ. അങ്ങയുടെ ഹൃദയത്തിലും ജീവിതത്തിലും വ്യക്തിപരമായ അനുഭവങ്ങളിലും എന്താണ് കരുണയുടെ സ്ഥാനവും അർത്ഥവും എന്താണ്? ബാല്യകാലത്ത് അങ്ങേക്കുണ്ടായ കരുണയുടെ ഒരു അനുഭവം വിവരിക്കാമോ? ഇതായിരുന്നു ചോദ്യങ്ങൾ. അപ്പൊ എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, അല്ലേ, നമ്മെ പാപങ്ങൾ നിവർത്തുകയും ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. അത് കഴിഞ്ഞിട്ട് പറയാണ്, ഒരു കൊച്ചുകുട്ടി എന്ന നിലയിൽ എനിക്ക് കരുണയെക്കുറിച്ച് പ്രത്യേക അനുഭവങ്ങളൊന്നും ഇല്ല. ഒരു അതായത് ബാല്യകാലത്തുണ്ടായിരുന്ന കരുണയെക്കുറിച്ച്, കർത്താവ് തന്ന കരുണയെക്കുറിച്ച് പറയാൻ എനിക്ക് അനുഭവങ്ങളൊന്നുമില്ല. എന്നാൽ ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ചില ഓർമ്മകൾ എനിക്കുണ്ട്. സുവിശേഷകനും അപ്പസ്തോലനുമായ വിശുദ്ധ മത്തായിയുടെ തിരുനാൾ എൻ്റെ ഇടവക പള്ളിയിൽ ആഘോഷിച്ചു. 1953 സെപ്റ്റംബർ 21 കുമ്പസാരക്കാരൻ എന്ന നിലയിൽ ഞാൻ അന്ന് കണ്ടുമുട്ടിയ ഫാദർ കാർലോസ് ഡുവാർത്തെ ഇബാറയെ ഓർമ്മിക്കുന്നു. അപ്പൊ അല്ലെ, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് 17 വയസ്സുണ്ടായിരുന്നപ്പോ ഒരു കുമ്പസാരക്കാരനായ വൈദികനെ ഫ്രാൻസിസ് മാർപ്പാപ്പ കണ്ടുമുട്ടുകയാണ്, അല്ലേ? എന്നിട്ട് ഓർമ്മിക്കുന്നു, അന്ന് എനിക്ക് 17 വയസ്സുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് കുമ്പസാരിക്കവേ ദൈവകരുണ അനുഭവിക്കാൻ കഴിഞ്ഞു. കൊറിന്ത്യസിൽ നിന്നുള്ള ആളായിരുന്നുവെങ്കിലും ഫാദർ ഇബാറ രക്താർബുദ ചികിത്സയ്ക്കായി ബ്യൂണസ് അയേഴ്സിൽ എത്തിയതായിരുന്നു. അപ്പൊ അദ്ദേഹം, അല്ലേ, ഈ രക്താർബുദ ചികിത്സയുമായിട്ട് അവിടെ എത്തിയപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ 17 വയസ്സുള്ളപ്പോൾ കണ്ടുമുട്ടണത്, കുമ്പസാരിക്കാനൊക്കെ ആയിട്ട് ആ വൈദികന്റെ അടുത്ത് ചെല്ലുന്നത്. തൊട്ടടുത്ത വർഷം അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുത്ത ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ എനിക്ക് ഉപേക്ഷിക്കപ്പെട്ടതുപോലെ അനുഭവപ്പെട്ടു. ആ രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ എൻ്റെ മുറിയിൽ ഒളിച്ചു. എന്തുകൊണ്ട്? കാരണം ദൈവത്തിന്റെ കാരുണ്യം അനുഭവിക്കാൻ എന്നെ സഹായിച്ച ഒരാളെ എനിക്ക് നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണോട്ട് ഓരോ വാക്കുകളും. കരുണ നിറഞ്ഞ തെരഞ്ഞെടുപ്പിനാൽ, ശ്രദ്ധിക്കണേ, ഓരോ വാക്ക് ശ്രദ്ധിച്ചോ. കരുണ നിറഞ്ഞ നമുക്കും പറയാൻ പറ്റില്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? കരുണ നിറഞ്ഞ തെരഞ്ഞെടുപ്പിനാലെന്ന് എനിക്കൊക്കെ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയാൻ പറ്റും. അങ്ങനെ എല്ലാ മനുഷ്യർക്കും പറയാൻ പറ്റും കേട്ടോ. ഒരു മനുഷ്യനും ഇല്ല കരുണ
നിറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് ഇല്ലാത്തവർ ഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ല. കാരണം അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ആള് ഈ ഭൂമിയിൽ ജനിക്കുക പോലും ഇല്ലായിരുന്നു. മനസ്സിലായ? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കരുണ നിറഞ്ഞ തെരഞ്ഞെടുപ്പിനാൽ എന്ന ആശയത്തിന്റെ അവതരണമാണ് ഫാദർ ഇബാറ എനിക്ക് മനസ്സിലാക്കി തന്നത്. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പക്ക് മനസ്സിലാക്കി കൊടുത്തത്. പിൽക്കാലത്ത് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതെന്റെ ആപ്തവാക്യമായി മാറി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കരുണ എന്ന വാക്കൊക്കെ അതാണ് എപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പക്ക് പറയാനുള്ളത്. എപ്പോഴും കരുണ 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 എന്നേ പറയാനുള്ളൂ. എന്താണ് ആപ്തവാക്യം? പിൽക്കാലത്ത് ഇംഗ്ലീഷുകാരനായ സന്യാസി വാഴ്ത്തപ്പെട്ട ബീഡിന്റെ പള്ളിപ്രസംഗങ്ങളിൽ നിന്ന് ഈ ആശയത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പക്ക് അല്ലേ വാഴ്ത്തപ്പെട്ട ബീഡിന്റെ പള്ളിപ്രസംഗങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശ്രദ്ധിക്കണോട്ടോ. ചുങ്കക്കാരനായ മത്തായിയെ യേശു വിളിക്കുന്ന ഭാഗം അദ്ദേഹം വിവരിക്കുന്നു. ചുങ്കക്കാരനായ മത്തായിയെ വിളിക്കുന്ന ഭാഗം അദ്ദേഹം വിവരിക്കുന്നു. യേശു ചുങ്കക്കാരനെ കണ്ടു. ആര് വിവരിക്കുന്നു? ഈ ബീഡ് വിവരിക്കുന്നു. യേശു ചുങ്കക്കാരനെ കണ്ടു. ശ്രദ്ധിക്കണേ, ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെ ഇങ്ങനെയാണ് ഉദ്ധരിക്കണേ കേട്ടോ. കരുണയോടെ അവനെ അപ്പസ്തോലനായി തെരഞ്ഞെടുത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലേ വാഴ്ത്തപ്പെട്ട ബീഡിന്റെ ഈ ഉദ്ധരണിയാണ് എടുത്തിട്ട് അതിനെ വീണ്ടും ഉദ്ധരിക്കുകയാണ്. എന്തെന്ന്? ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയെ കർത്താവ് കണ്ടു അല്ലേ. അപ്പൊ നമ്മൾ ബൈബിളിൽ വായിക്കണം എന്തെന്നാണ്? ബൈബിളിൽ എന്താ വായിക്കണേ? അല്ലേ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അവിടെ അത്ര എഴുതിയിട്ടുള്ളൂ. പക്ഷെ അവിടെ അതിൻ്റെ ഇടയിൽ ഉള്ള ചില അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെ ഇങ്ങനെ, അത് ആരാ പറഞ്ഞത്? ബീഡ് പറഞ്ഞതാണ്. ഈ വാഴ്ത്തപ്പെട്ട ബീഡ് പറഞ്ഞതിനെ വീണ്ടും മാർപ്പാപ്പ അതിനെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. എന്താണ്? ചുങ്കസ്ഥലത്തിരുന്ന മത്തായിയെ കരുണയോടെ നോക്കുകയും അവനെ അപ്പസ്തോലനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. കരുണയോടെ നോക്കുകയും അപ്പസ്തോലനായി അല്ലെങ്കിൽ കരുണയോടെ വിളിക്കുകയും അപ്പസ്തോലനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. സ്ഥലത്തിരിക്കുന്ന മത്തായി. മനസ്സിലായോ? അപ്പൊ ആ വചനത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു രംഗവും രീതിയുമാണിത്. മനസ്സിലായി? കരുണയോടുകൂടി നോക്കി എന്നുള്ളത് ആർക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും? യേശു മത്തായിയെ വിളിച്ചു എന്ന് ഉള്ള തലക്കെട്ട് നമ്മൾ ബൈബിളിൽ വായിക്കാറുണ്ട്. എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. പക്ഷെ അവിടെ കരുണയോടുകൂടി നോക്കുകയും അപ്പസ്തോലനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യണം. അപ്പം തന്നെ അവിടെ വെച്ചിട്ട്. അപ്പം അത് രണ്ടും അവിടെ എഴുതിയിട്ടില്ല. കരുണയോടുകൂടി നോക്കിയെന്നോ കരുണയോട് കൂടി വിളിച്ചു എന്നോ അവൻ അപ്പസ്തോലനാകാൻ വേണ്ടി തെരഞ്ഞെടുപ്പിലേക്കാണ് അവനെ കൊണ്ടുപോകണമെന്നോ അവിടെ എഴുതിയിട്ടില്ല. മനസ്സിലാവണല്ലോ. അപ്പം അതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പൊ ചുങ്കക്കാരനായ മത്തായി യേശു വിളിക്കുന്ന ഭാഗം അദ്ദേഹം വിവരിക്കുന്നു. യേശു ചുങ്കക്കാരനെ കണ്ടു, കരുണയോടെ അവനെ അപ്പസ്തോലനായി തെരഞ്ഞെടുത്തു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. വിശുദ്ധ ബീഡിന്റെ വാക്കുകൾ പൊതുവെ പരിഭാഷപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഞാൻ മിസറാൻഡോ എന്ന പദം കരുണ കാണിച്ചുകൊണ്ടെന്ന് പരിഭാഷപ്പെടുത്തുന്നു. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെ കരുണ കാണിച്ചുകൊണ്ട് എന്ന് പരിഭാഷപ്പെടുത്തുന്നു. അങ്ങനെ ഒരു പദപ്രയോഗം ഇല്ലെങ്കിലും ഞാൻ അങ്ങനെയാണ് പരിഭാഷപ്പെടുത്തുന്നത്, കരുണ കാണിച്ചുകൊണ്ട് എന്ന്. അതുകൊണ്ട് കരുണ കാണിക്കലും തെരഞ്ഞെടുക്കലും ശ്രദ്ധിക്കണോട്ടോ. അതുകൊണ്ട് കരുണ കാണിക്കലും തെരഞ്ഞെടുക്കലും യേശുവിന്റെ ദർശനമാണ്. യേശുവിന്റെ ദർശനം ശ്രദ്ധിക്കണോട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ? യേശുവിന്റെ ദർശനമാണ്, യേശുവിന്റെ കാഴ്ചയാണ്. നമ്മുടെ കാഴ്ചപ്പാടിലാണെങ്കിലോ ചുങ്കസ്ഥലത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ വിളിക്കുമോ, മൈൻഡ് ചെയ്യോ? അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമ്മളൊരു പ്രാർത്ഥനാക്കാരനാണെന്നിരിക്കെ നമ്മളുടെ മുമ്പിൽ ഒരു വളരെ മദ്യപിച്ച് വന്ന ഒരാളെ നമ്മൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? മനസ്സിലാവുന്നുണ്ടോ?
അതുകൊണ്ട് കരുണ കാണിക്കലും തെരഞ്ഞെടുക്കലും യേശുവിന്റെ ദർശനമാണ്. അത് യേശുവിന്റെ ദർശനമാണ്. മനസ്സിലായോ? ആ ദർശനത്തിലൂടെ നമ്മളും ആ ദർശനത്തിലേക്ക് നമ്മളും കടക്കണം. അതിലൂടെ കാണാൻ പഠിക്കണം നമ്മൾ. പക്ഷെ അത് കാണാൻ പറ്റുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ചിലപ്പോഴേക്ക്. മനസ്സിലാവുണ്ടോ? അത് യേശുവിന്റെ ദർശനമാണ്. അതാണ് ഇപ്പം എന്നെ സ്പർശിച്ചത്. കരുണ കാണിക്കലും തെരഞ്ഞെടുക്കലും അത് യേശുവിന്റെ ദർശനമാണ്, യേശുവിന്റെ കാഴ്ചപ്പാടാണ്, യേശുവിന്റെ ചിന്താധാരയാണത്. അവന്റെ ഇതിലാണ് അവൻ കാണുന്നത്. അപ്പൊ അവൻ മത്തായിയിൽ ആരെ കണ്ടു? ഈ ദർശനത്തിലൂടെ അവൻ മത്തായിയിൽ ആരെ കണ്ടു? ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയിൽ അവൻ ആരെ കണ്ടു? ഒരപ്പസ്തോലനെ കണ്ടു എന്നിവിടെ അത് എഴുതി വെച്ചില്ലെങ്കിലും അതല്ലേ നമുക്ക് മനസ്സിലാവണേ. അത് എഴുതി വെച്ചിട്ടില്ല എന്നല്ല, അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പസ്തോലനായി തെരഞ്ഞെടുത്തു. അപ്പോ അവന്റെ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ, അവൻ നേരത്തെ ചെയ്തതും ഇപ്പോ അവനായിരിക്കണതും ഒന്നും നോക്കാതെ അവന്റെ വരാനിരിക്കുന്ന അവസ്ഥയെ കർത്താവ് കാണുകയാണ്. മനസ്സിലാവുണ്ടോ? വരാനിരിക്കുന്ന അവസ്ഥയെ കാണും. അവന്റെ ഭാവി, ഫ്യൂച്ചർ, അവന്റെ ഫ്യൂച്ചറെ കർത്താവ് കാണുകയാണ്. അവൻ ആകാനാണ് ഉള്ള ആളാണ്. മനസ്സിലായോ? എങ്ങനെയാണ് സ്വാഗതം ചെയ്യണം നമ്മൾ ഒരാളെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് അങ്ങനെയാണെന്നുള്ളതാണ്. യേശുവിന്റെ ദർശനമാണ് അത്. കരുണ കാണിക്കലും തെരഞ്ഞെടുക്കലും യേശുവിന്റെ ദർശനമാണ്. കരുണ എന്ന സമ്മാനം നൽകിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെ യേശു സ്വന്തമാക്കുകയാണ്. കണ്ടോ? കരുണ എന്ന സമ്മാനം നൽകിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെ യേശു സ്വന്തമാക്കുകയാണ്. കരുണ എന്ന സമ്മാനം നൽകിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെ യേശു സ്വന്തമാക്കുകയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ഈ ഒരു ഗണ്ണികയും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്താണ്? അപ്പൊ അത്രയും മനസ്സിലായി. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? അങ്ങേ പ്രചോദിപ്പിച്ച കരുണ നിറഞ്ഞ വൈദികരെ കണ്ടുമുട്ടിയത് ഓർമ്മയിലുണ്ടോ? അപ്പൊ ആ അഭിമുഖം ചെയ്യണ ആള് ചോദിക്കുകയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കുന്ന അടുത്ത ചോദ്യമാണെന്ന്. അങ്ങേ പ്രചോദിപ്പിച്ച കരുണ നിറഞ്ഞ വൈദികരെ കണ്ടുമുട്ടിയത് ഓർമ്മയിലുണ്ടോ? അപ്പൊ അതിന് മാർപ്പാപ്പയുടെ ഉത്തരമാണ്, റിപ്ലൈ ആണ്. നിരവധി പേരുണ്ട്. ഫാദർ ഡുവാർട്ടയെ കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പൊ ആ ഒരു വൈദികനെ കുറിച്ച് ഇപ്പോ പറഞ്ഞല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ, നമ്മളിപ്പോ വായിച്ചല്ലോ. അപ്പോൾ നിരവധി പേരുണ്ട്. ഫാദർ ഡുവാർട്ടയെ കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ. എൻ്റെ മാതാപിതാക്കളുടെ വിവാഹം ആശീർവദിക്കുകയും എന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്ത സലേഷ്യൻ വൈദികനായ എൻറിക്കോ പൊസോളിയയെ ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹം കുമ്പസാരക്കാരനായിരുന്നു. എല്ലാവരും കുമ്പസാരിക്കാൻ അദ്ദേഹത്തെ സമീപിക്കുമായിരുന്നു. ശ്രദ്ധിക്കണോട്ടോ നിങ്ങൾ. ഇതിപ്പം നമ്മൾ അടിയിലേക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. വെറുതെ ഇങ്ങനെ ഒരു വാക്കുകളായിട്ടല്ല നമ്മൾ ഇതിനെ കാണുന്നത്. എല്ലാവരും കുമ്പസാരിക്കാൻ അദ്ദേഹത്തെ സമീപിക്കുമായിരുന്നു. എല്ലാ സലേഷ്യൻ മന്ദിരങ്ങളിലും അദ്ദേഹം പോകാറുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയുള്ള നിരവധി കുമ്പസാരക്കാരായ വൈദികരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നേക്കാൾ പ്രായം കുറഞ്ഞ കുമ്പസാരക്കാരനെ കണ്ടുമുട്ടിയ സന്ദർഭം ഞാൻ ഓർമ്മിക്കുന്നു. ബ്യൂണസ് അയേഴ്സിൽ തന്റെ ശുശ്രൂഷയുടെ ഭാഗമായി എത്തിയ കപ്പൂച്ചിൻ വൈദികനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹം എന്നെ കാണാനെത്തി. കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അപ്പൊ ഈ വൈദികൻ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പറഞ്ഞുണ്ടോ, അദ്ദേഹം പറഞ്ഞു, എനിക്ക് താങ്കളുടെ സഹായം വേണം. ജീവിതത്തിന്റെ പല മേഖലയിൽപ്പെട്ടവരും കുമ്പസാരിക്കാൻ എത്താറുണ്ടെന്ന് പറഞ്ഞു. ചിലർ വിനയമുള്ളവരും. അപ്പൊ ഈ വൈദികൻ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പറഞ്ഞാണ് ഒരു സഹായം വേണം. അപ്പൊ പല മേഖലയിൽപ്പെട്ട ആൾക്കാരും കുമ്പസാരിക്കാൻ എത്താറുണ്ട്. എന്നിട്ട് പറയാണ് ചിലവർ വിനയമുള്ളവർ, ചിലർ അല്പം മാത്രം വിനയമുള്ളവരുമാണ്. ഉണ്ടോ ഈ ലജ്ജ, അല്ലെങ്കിൽ മറ്റേ ലജ്ജയെ നമുക്ക് വേണമല്ലേ? നമുക്ക് പാപം ചെയ്തിട്ട്, നമുക്ക് തെറ്റ് ചെയ്തിട്ട് ലജ്ജയില്ല. അപ്പൊ ലജ്ജയില്ല, പാപബോധമില്ല, പശ്ചാത്താപം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവൂല? കുമ്പസാരിക്കാൻ പറ്റുമോ? നമുക്ക് കുമ്പസാരക്കൂട്ടിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ചിലർ വിനയമുള്ളവരും ചിലർ അല്പം മാത്രം വിനയമുള്ളവരുമാണ്. ഇവരിൽ ചിലർ വൈദികരുമുണ്ട്. ഞാൻ എല്ലാം അപ്പോൾ ഈ വൈദികൻ പറയുന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട്, ഞാനെല്ലാം ക്ഷമിക്കാറുണ്ട്. കണ്ടോ? വിനയമുള്ളവരുടെ കുമ്പസാരവും ഞാൻ ക്ഷമിക്കാറുണ്ട്, വിനയമില്ലാത്തവരുടെയും കുമ്പസാരം ഞാൻ ക്ഷമിക്കാറുണ്ടെന്നല്ല അർത്ഥം. ആണോ അല്ലയോ?
അല്പം മാത്രം വിനയമുള്ളവരെ എന്ന് എടുത്ത് ഇവിടെ പറഞ്ഞിരിക്കണം. അപ്പൊ അവരുടെയും ഞാനെല്ലാം ക്ഷമിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ആ അല്പം മാത്രം വിനയമുള്ളവരുടെയും കുമ്പസാരത്തിലൂടെ കേട്ട പാപങ്ങളെല്ലാം ഇതിന് ക്ഷമ കൊടുത്തിട്ടുണ്ടെന്നല്ലേ അർത്ഥം. എന്നിട്ട് ഈ വൈദികൻ പറയണേണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയോട്, ഇപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ ക്ഷമ കാണിക്കുന്നതിൽ ഉദാരവാനാണോ, അതായത് കൂടുതലായി പോയോ ക്ഷമ എന്നുള്ളതൊരു സംശയം ഈ വൈദികൻ. ഫ്രാൻസിസ് മാർ ഞങ്ങൾ കരുണയെക്കുറിച്ച് സംസാരിച്ചു. ഇങ്ങനെ സംശയം ഉണ്ടാകുമ്പോൾ സാധാരണയായി എന്താണ് ചെയ്യുകയെന്ന് ഞാൻ ചോദിച്ചു. അതായത് ഈ വൈദികനോട് ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിക്കുകയാണ്. ആദ്യം ഈ കരുണയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വൈദികനും കൂടി സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിക്കുകയാണ്, ഇങ്ങനെ സംശയം ഉണ്ടാകുമ്പോഴേ, അതായത് താങ്കൾ ക്ഷമ കാണിക്കുന്നതിൽ ഉദാരവാനായോ ആണോ എന്നുള്ളത്, കൂടുതൽ ക്ഷമ കാണിച്ചോ എന്നുള്ളതിനെ കുറിച്ച് സംശയം ഉണ്ടാകുമ്പോഴേ സാധാരണയായി എന്താണ് ചെയ്യുകയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വൈദികനോട് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം നൽകിയ മറുപടി കേൾക്കണ്ടേ നമുക്ക്. അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ ചാപ്പലിൽ തിരുസക്രാരിയുടെ മുമ്പിൽ പോയി നിൽക്കും. ആര്? ഈ വൈദികൻ, ഈ കുമ്പസാരക്കാരനായ വൈദികൻ. ഞാൻ ചാപ്പലിൽ തിരുസക്രാരിയുടെ മുമ്പിൽ പോയി നിൽക്കും. എന്നിട്ട് പറയും, കർത്താവെ കൂടുതൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. കർത്താവെ കൂടുതൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. പക്ഷെ അങ്ങ് തന്നെയാണ് എനിക്ക് ഈ മോശം മാതൃക നൽകിയത്. സീനാല് ചോദിക്കേ, അങ്ങ് തന്നെയാണ് ഈ മോശം മാതൃക എനിക്ക് നൽകിയത്. മനസ്സിലായോ? കർത്താവെ കൂടുതൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. അപ്പൊ ഇങ്ങനത്തെ സംശയം ഉണ്ടാകുമ്പോൾ എന്താണ് അങ്ങ് ചെയ്യണേന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കുമ്പസാരക്കാരനായ വൈദികനോട് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയണാണ്, ഇങ്ങനെ സംശയം ഉണ്ടാകുമ്പോൾ, കൂടുതൽ ക്ഷമിച്ചതായിട്ട് എനിക്ക് സംശയം ഉണ്ടാകുമ്പോൾ ഞാൻ ചാപ്പലിൽ തിരുസക്രാരിയുടെ മുമ്പിൽ പോയി നിൽക്കും. എന്നിട്ട് പറയും, കർത്താവെ കൂടുതൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. പക്ഷേ അങ്ങ് തന്നെയാണ് എനിക്ക് മോശം മാതൃക നൽകിയത്. മനസ്സിലാവുണ്ടോ? ഞാൻ ആ രംഗം ഒരിക്കലും മറക്കില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞാണ്, ആ രംഗം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു വൈദികൻ തന്നോട് തന്നെ കരുണ കാണിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും നൽകാം. കണ്ടോ? ഒരു വൈദികൻ തന്നോട് തന്നെ കരുണ കാണിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് നൽകാം. പോൾ ആറാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഫാദർ ലിയോ പോൾഡ് മാൻഡിക്കിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ കാർദിനാൾ ആൽബിനോ ലൂസിയാനി നടത്തിയ, അതായത് പിൽക്കാലത്തെ ഈ കാർദിനാൾ ആൽബിനോ ലൂസിയാനി എന്ന ആ വ്യക്തി ആരാണ്? പിൽക്കാലത്തെ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ കേട്ടോ, ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം, പള്ളി പ്രസംഗമാണ്, അത് മാർപ്പാപ്പ കേൾക്കാണ്. ഒരു സുവിശേഷ പ്രസംഗത്തിൽ പരാമർശിക്കുകയാണ് ഏത്? ഈ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ ഈ ആൽബിനോ ലൂസിയാനി പരാമർശിച്ച് വായിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളോട് സാദൃശ്യമുള്ളതാണത് അദ്ദേഹം വിവരിച്ചത്. സാദൃശ്യമുള്ളതാണ് അദ്ദേഹം വിവരിച്ചത്. എന്നിട്ട് ശ്രദ്ധിക്കണേ, നിങ്ങൾക്കറിയാം. അപ്പൊ ആരാണ്? ഈ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പള്ളി പ്രസംഗത്തിൽ ഈ കരുണയുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ്. എന്തെന്നാണ് നോക്കിയേ, നിങ്ങൾക്കറിയാമോ നാം എല്ലാം പാപികളാണ്. നിങ്ങൾക്കറിയാമോ നാം എല്ലാം പാപികളാണ്. ലൂസിയാനി ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഫാദർ ലിയോപോൾഡിന് ഈ കാര്യം നന്നായി അറിയാമായിരുന്നു. ശ്രദ്ധിക്കണോട്ടോ. ദുഃഖകരമായ ഈ യാഥാർത്ഥ്യം നാം മനസ്സിൽ കുറിച്ചിടേണ്ടതുണ്ട്. എന്ത്? നാം എല്ലാം പാപികളാണെന്നുള്ള ഈ ദുഃഖകരമായ കാര്യം നമ്മൾ ഹൃദയത്തിൽ കുറിച്ചിടേണ്ടതുണ്ട്. ആർക്കും ഏറെക്കാലം പാപം ഒഴിവാക്കാനാവില്ല. കണ്ടോ? ആർക്കും പാപം ഏറെക്കാലം ഒഴിവാക്കാൻ ആവില്ല, ചെറുതായാലും വലുതായാലും. എന്നാൽ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നു, കണ്ടോ? വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയാണ്, എന്ത് പറഞ്ഞു? നിങ്ങൾക്കൊരു ചെറിയ കഴുതയുണ്ടെന്നിരിക്കട്ടെ, ഒരു കഴുത നിങ്ങൾക്കുണ്ടെന്നിരിക്കട്ടെ, അത് മിനുസമുള്ള കല്ലിൽ ചവിട്ടി വഴിയിൽ നിന്ന് തെറ്റി വീണുവെന്ന് കരുതുക. നിങ്ങൾ വീണ് കിടക്കുന്ന ആ കഴുതയെ പ്രഹരിക്കാൻ ഒരുങ്ങാറുണ്ടോ? ശ്രദ്ധിക്കണേ, ഇവിടെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ അതിനെ നോക്കി പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അർത്ഥം മനസ്സിലാവുണ്ടോ? മനസ്സിലായോ? ഫ്രാൻസിസ് ഡി സാലസ് പറയാണ്,
ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ ഈ ഫ്രാൻസിസ് ഡി സാലസിന്റെ ഇതിനെ ഉദ്ധരിക്കുകയാണ് പള്ളിപ്രസംഗത്തിൽ. അത് മാർപ്പാപ്പ ഇവിടെ പറയുകയാണ്. അപ്പൊ അത് ആരൊക്കെ മനസ്സിലായോ? ഇതിപ്പോ അല്ലേ, ആര് പറയണതാണ്, ആരൊക്കെയാണിത് വീണ്ടും വീണ്ടും അതിന് ഉദ്ധരിക്കണേ? മനസ്സിലായോ ഈ ഭാഗത്തെ? നോക്കിക്കേ, ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നു, നിങ്ങൾക്കൊരു ചെറിയ കഴുതയുണ്ടെന്നിരിക്കട്ടെ, അത് മിനുസമുള്ള കല്ലിൽ ചവിട്ടി വഴിയിൽ നിന്ന് തെറ്റി വീണുവെന്ന് കരുതുക. നിങ്ങൾ വീണ് കിടക്കുന്ന ആ കഴുതയെ പ്രഹരിക്കാൻ ഒരുങ്ങാറുണ്ടോ? നമ്മളൊക്കെ പ്രഹരിക്കും അല്ലേ? ഞാനും പ്രഹരിക്കുന്ന ഒരാളാണ്, മനസ്സിലായി, ആ കഴുതയെ. പക്ഷെ കർത്താവ് അങ്ങനെയല്ല, കർത്താവ് പ്രഹരിക്കുകയല്ല ചെയ്യുക എന്ന് പറയാം, മനസ്സിലായി. പ്രഹരിക്കാൻ ഒരുങ്ങാറുണ്ടോ? കാരണം അത് വീണു എന്നത് തന്നെ നിർഭാഗ്യകരമായ കാര്യമാണ്. കണ്ടോ അതെന്താണ് അത്? കാരണം അത് വീണു എന്നത് തന്നെ അതൊരു നിർഭാഗ്യകരമായ കാര്യമാണ്. അപ്പൊ പിന്നെ പ്രഹരിക്കുകയും കൂടി ചെയ്താലോ? അത് വീണു എന്നത് തന്നെ നിർഭാഗ്യകരമായ കാര്യമാണ്. നിങ്ങൾ അതിനെ വലിച്ചു പൊക്കി ഉയർത്തി നിർത്തിയ ശേഷം വീണ്ടും പാതയിലേക്ക് തിരിച്ചു കയറാമെന്ന് പറയില്ലേ? ഇപ്പോൾ നാം വീണ്ടും പാതയിൽ തിരിച്ചെത്തി. നാം കൂടുതൽ കരുതലോടെ നീങ്ങാൻ തുടങ്ങും. ഇതാണ് വേണ്ടത്. മനസ്സിലാവുണ്ടോ? ഇതിന്റെ ഉള്ളിലിരിക്കുന്ന പൊരുൾ മനസ്സിലായോ? പാപാവസ്ഥയിലായിരിക്കുന്ന ഒരാളെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവരെ വീണ്ടും നമ്മൾ പ്രഹരിക്കോ? മനസ്സിലായോ? ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയില്ല. മനസ്സിലായോ? ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരർത്ഥം, നമ്മുടെ മുമ്പിൽ വരുന്ന പാപാവസ്ഥയിലായിരിക്കുന്ന, നമ്മളെല്ലാവരും പാപികളാണ്, പക്ഷെ അല്ലേ, ഇപ്പോൾ ഒരു മദ്യം കഴിച്ചിട്ട് വരുന്ന, ഒരു ലഹരി ഉപയോഗിച്ചിട്ട് വരുന്ന ആളെ നമ്മൾ ഏത് സമീപനത്തോടു കൂടിയാണ് അവനെ നമ്മൾ സ്വാഗതം ചെയ്യണേ? അവനെ വീണ്ടും പ്രഹരിക്കുകയല്ലേ നമ്മൾ? ഞാൻ എൻ്റെ കാര്യമാണ് പറയണേ കേട്ടോ. ഞാൻ പ്രഹരിക്കാറാണ് പതിവ്. പക്ഷെ അവൻ ആ അവസ്ഥയിലായിരിക്കുന്നു എന്നത് തന്നെ നിർഭാഗ്യകരമായ കാര്യമാണ്. മനസ്സിലായോ? പിന്നെ അവനെ വീണ്ടും വഴക്ക് പറയണത് മനസ്സിലാവുണ്ടോ? അപ്പോഴുള്ളൂ ആ കഴുത വീണു എന്നത് തന്നെ നിർഭാഗ്യകരമായ കാര്യമാണ്. അപ്പൊ അതിനെ പ്രഹരിക്കുകയും കൂടി ചെയ്താലോ? മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതിന്റെ ആ അർത്ഥതലങ്ങൾ, നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥതലങ്ങൾ മനസ്സിലാക്കണം ഓരോ വാക്കിലുള്ള കേട്ടോ. അത് ഓരോ ആലങ്കാരികമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ ദൈവത്തിന്റെ വലിയ കരുണയെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് ഈ പ്രബോധനങ്ങളിലൂടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ കല്ലിൽ ചവിട്ടി, അല്ലെ, ആ മിനുസമുള്ള കല്ലിൽ ചവിട്ടി വീണ ആ കഴുതയെ എണീപ്പിച്ച് നിർത്തിയിട്ട് വീണ്ടും നമുക്ക് ആ പാതയിലേക്ക് പ്രവേശിക്കാമെന്ന് പറയണം. അങ്ങനെ നമ്മൾ വീണ്ടും പാതയിലെത്തി. ഇനി നമുക്ക് ഒരുമിച്ച് നടന്നു നീങ്ങാം. മനസ്സിലായേ? പക്ഷെ എങ്ങനെ? ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. ഇനി മനസ്സിലാവണ്ടോ? ഇനി ശ്രദ്ധിച്ചേ പോകാൻ പാടുള്ളൂ. ഇനിയും വീഴാനിടയുണ്ട്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിൽ വന്നൊരു വാക്ക് ഇതാണ്. എന്താണ്? ഇത് കിട്ടണില്ലല്ലോ അല്ലേ? അതിന്റെ ആദ്യത്തെ വരികൾ കിട്ടുന്നില്ല. നിൽക്കട്ടെ. അപ്പോ ഈ ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് പറയാണ്, ഇപ്പോൾ നാം വീണ്ടും പാതയിൽ തിരിച്ചെത്തി. അതായത് ആ ആശയം ഞാൻ പറയാം. അതായത് എന്താണ്? മുറിവേറ്റ ഹൃദയങ്ങളെ നാം കരുണയോടുകൂടി സമീപിക്കണമെന്ന് മനസ്സിലാവണ്ടോ? മുറിവേറ്റ ഹൃദയങ്ങളെ നാം കരുണയോടുകൂടി സമീപിക്കണമെന്ന് മനസ്സിലായോ? മുറിവേറ്റ ഹൃദയങ്ങളെ നാം അത് ഇതിലെഴുതിയിരിക്കുന്നതല്ല, ഞാനിപ്പോൾ പറയാന്ന് പറഞ്ഞ ആ വാക്കേ. മനസ്സിലായേ? ഇതാ കർദിനാൾമാരും മാർപ്പാപ്പയും കൂടി, ലിയോ 14 മാർപ്പാപ്പയും കർദിനാൾമാരും കൂടി കൂടിയ ആ ഒരു യോഗത്തിലെ ആ ഒരു ഇതിലാണ് ഇങ്ങനൊരു വാക്ക് തന്നെ ഉണ്ടായത്. എന്തുണ്ടായി?
മുറിവേറ്റ ഹൃദയങ്ങളെ എളിമയോടുകൂടി, സോറി കേട്ടോ, കരുണയോടുകൂടി എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തെന്നാ പറഞ്ഞത്? മുറിവേറ്റ ഹൃദയങ്ങളെ എളിമയോടുകൂടി എന്ത് ചെയ്യണം? സമീപിക്കണം. മുറിവേറ്റ ഹൃദയങ്ങളെ, ഞാനിതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാനത് ഡിസൈൻ ചെയ്തുണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് എപ്പോഴേക്കും. ഒക്കെ നോക്കുമ്പോൾ കണ്ടോ, മുറിവേറ്റ ഹൃദയങ്ങളെ എളിമയോടുകൂടി സമീപിക്കണം. മുറിവേറ്റ ഹൃദയങ്ങളെ എളിമയോടുകൂടി സമീപിക്കണം കേട്ടോ. അപ്പോൾ എന്താണ്, എന്നിട്ട് ഉയർത്തി നിർത്തിയ ശേഷം വീണ്ടും പാതയിലേക്ക് തിരിച്ചു കയറാമെന്ന് നമ്മൾ പറയില്ലേ? ഇപ്പോൾ നാം വീണ്ടും പാതയിൽ തിരിച്ചെത്തി. നാം കൂടുതൽ കരുതലോടെ നീങ്ങാൻ തുടങ്ങും. ഇതാണ് വേണ്ടത്. ഫാദർ ലിയോപോൾഡ് ഈ മാർഗം പൂർണ്ണമായി പ്രാവർത്തികമാക്കി. എൻ്റെ സ്നേഹിതനായ ഒരു വൈദികൻ ഫാദർ ലിയോപോൾഡിന്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോയി. അപ്പൊ അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ല പറയണേ, ഇത് എന്താണ്, നമ്മുടെ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ പറയാണ്. എന്താണ്, എൻ്റെ സ്നേഹിതനായ ഒരു വൈദികൻ ഫാദർ ലിയോപോൾഡിന്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോയി. അദ്ദേഹം പറഞ്ഞു, പിതാവേ, അങ്ങ് വളരെ ഉദാരമതിയാണ്. അങ്ങയുടെ അരികിൽ കുമ്പസാരിക്കാൻ വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു അങ്ങ് ഏറെ ഔദാര്യം കാണിച്ചുവെന്ന്. കണ്ടോ, ഈ കുമ്പസാരിച്ച ആള് കുമ്പസാരക്കാരനോട് പറയാനാണ്, എന്താണ്, അങ്ങ് ഒരുപാട് ഔദാര്യം കാണിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ഏത്, ഈ ഫാദർ ലിയോപോൾഡിനോട് പറയാണ്. മനസ്സിലായോ? അപ്പോ ഫാദർ ലിയോപോൾഡിന്റെ മറുപടി ഇതാണ് കേട്ടോ. മറുപടി എന്തായിരുന്നു? ഇങ്ങനെയായിരുന്നു, മകനെ, ആരാണ് ഉദാരവാൻ? കർത്താവാണ് ഔദാര്യം കാണിച്ചത്. ഉണ്ടോ, ആരാണ് ഉദാരവാൻ എന്ന് ചോദിച്ചിട്ട് പറയാണ്, കർത്താവാണ് ഔദാര്യം കാണിച്ചത്, ഞാനല്ല. കർത്താവാണ് ഔദാര്യം കാണിച്ചത്. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഞാനല്ല, കർത്താവാണ്. കള്ളനോടും മറ്റുള്ളവരോടും ഔദാര്യം കാണിച്ചവൻ എങ്ങനെ ഔദാര്യം കാണിക്കാതിരിക്കും? കള്ളനോടും മറ്റുള്ളവരോടും ഔദാര്യം കാണിച്ചവൻ എങ്ങനെ ഔദാര്യം കാണിക്കാതിരിക്കും? അപ്പൊ കുമ്പസാരക്കൂട്ടിലെ കുമ്പസാരക്കാരനായ വൈദികൻ നമ്മളോട് നമ്മുടെ പാപം കേൾക്കുകയും അതിന് പാപമോചനം നൽകുകയും ചെയ്യുമ്പോൾ ആ വൈദികനല്ല, അല്ലേ, ആ വൈദികനിലൂടെ കർത്താവീശോ മിശിഹായാണ്, അല്ലേ, ആ പാപങ്ങൾ കേൾക്കുകയും ആ പാപത്തിന് മോചനം നൽകുകയും എല്ലാം ചെയ്യണം. അല്ലേ, ഔദാര്യം കാണിക്കുന്നത് കർത്താവാണ്, ഞാനല്ല. ആരാണ് ഔദാര്യം കാണിച്ചത്? ഞാനാണോ? അല്ല, കർത്താവാണ്. ലിയോപോൾഡ് മാൻഡിക്കിനെ കുറിച്ച് പള്ളിപ്രസംഗത്തിൽ കാർദിനാൾ ലൂസിയാനി പറഞ്ഞത് ഇതാണ്. അപ്പൊ ആ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ പറഞ്ഞത് ഇതാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പിന്നീട് ഫാദർ ലിയോപോൾഡിനെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ അത് ഇതും കൂടി വായിച്ചാൽ ഈ ഒരു പോർഷൻ തീരും കേട്ടോ. പിന്നെ അടുത്ത ചോദ്യമാണ്, പിന്നെ അതായത് അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാന വ്യക്തി ഫാദർ ജോസ് റാമോൺ അരിസ്റ്റിയാണ്. റോമിലെ ഇടവക വൈദികരെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ഫാദർ ജോസ് റാമോൺ അരിസ്റ്റിയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. 1996 90 വയസ്സ് കടന്ന ശേഷം അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം വലിയ കുമ്പസാരക്കാരനായിരുന്നു. വൈദികരടക്കം നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് കുമ്പസാരിക്കാൻ എത്തിയിരുന്നു. കുമ്പസാരം കേൾക്കവേ അദ്ദേഹം കുമ്പസാരിക്കാൻ വന്ന ആളുടെ കൈകളിൽ തന്റെ ജപമാല നൽകും. കണ്ടോ, കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കെ കുമ്പസാരം കേൾക്കാൻ വന്ന ആളുടെ കയ്യിൽ ഈ വൈദികന്റെ ജപമാല നൽകും. ഫാദർ ജോസ് റാമോൺ എന്ന് പറഞ്ഞ ഈ വൈദികൻ എന്നിട്ട് ജപമാല നൽകും. പാപം മോചിക്കുമ്പോൾ അദ്ദേഹം കുമ്പസാരിക്കാൻ എത്തിയ വ്യക്തിയോട് ജപമാലയിലെ ചെറിയ കുരിശ് ചുംബിക്കാൻ പറയുമായിരുന്നു. എന്നിട്ട് ആ കുരിശൊന്ന് ചുംബിക്കാൻ പറയുന്നു ജപമാലയിൽ. പാപം മോചിപ്പിക്കുമ്പോൾ പറയും. അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ ബ്യൂണസ് അയേഴ്സിലെ സഹമെത്രാനായിരുന്നു. കണ്ടോ, ആ വൈദികൻ മരിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ബ്യൂണസ് അയേഴ്സിലെ സഹമെത്രാനായിരുന്നു. അന്നൊരു വലിയ ശനിയാഴ്ച വൈകുന്നേരം, ഈസ്റ്റർ ഞായറാഴ്ച ഉച്ചഭക്ഷണത്തിന് ശേഷം ഞാൻ പള്ളിയുടെ ശവകുടീരത്തിങ്കിലേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന്റെ ശവപ്പെട്ടിയുടെ സമീപം പൂക്കളൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു പൂച്ചെണ്ട് തെരഞ്ഞു. ഞാൻ ആ പൂവുകൾ അവിടെയും ഇവിടെയുമെല്ലാം ഇടാൻ തുടങ്ങി.
ഈ പറഞ്ഞ ഫാദറിൻ്റെ ശവകുടീരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്ന് അല്ലേ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങി എന്ന് പറയണം. ജപമാല അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ആ ജപമാല അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ആ ചെറിയ കുരിശ് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, നിന്റെ കാരുണ്യത്തിൻ്റെ പകുതി എനിക്ക് തരൂ. മനസ്സിലായോ? ആ കുരിശ് അല്ലേ, ആ കുരിശ്, ആ ചെറിയ കുരിശ് എടുത്തുകൊണ്ട് ആര് പറഞ്ഞു? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, നിന്റെ കാരുണ്യത്തിൻ്റെ പകുതി എനിക്ക് തരൂ. ആ നിമിഷം മുതൽ ആ കുരിശ് എന്നോടൊപ്പമുണ്ട്. ഞാൻ അത് നെഞ്ചിൽ ധരിക്കുന്നു. ഒരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, കണ്ടോ, ഒരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ആ കുരിശിൽ സ്പർശിക്കും. എന്താ പറഞ്ഞേ? ഞാൻ ഒരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, ഒരാളെക്കുറിച്ച് മോശമായി പറയാൻ തുടങ്ങുമ്പോൾ എന്നല്ല, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് മോശമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആ കുരിശിൽ സ്പർശിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ല അനുഭവമാണ്. കരുണാമയനായ ഒരു പുരോഹിതന്റെ ഉദാഹരണം ഇവിടെയുണ്ട്. ജനങ്ങളോട് അടുത്ത് ഇടപഴകിക്കൊണ്ട് അവരുടെ മുറിവുകൾ എങ്ങനെ വെച്ചുകെട്ടാമെന്ന് അറിയുന്ന ഒരാളാണിത്. ശ്രദ്ധിച്ചോ? ജനങ്ങളോട് അടുത്തിടപഴകിക്കൊണ്ട് അവരുടെ മുറിവുകൾ, അവരുടെ ഏത് മുറിവുകൾ? മനസ്സിലായ? ശരീരത്തിലുള്ള മുറിവുകളാണ്. ഉണ്ടോ? അവരുടെ മുറിവുകൾ എങ്ങനെ വെച്ചുകെട്ടാമെന്ന് അറിയുന്ന ഒരാളാണിത്. അതാണ് മുറിവേറ്റ ഹൃദയങ്ങളെ എളിമയോടുകൂടി സമീപിക്കണമെന്ന് പറഞ്ഞത്. മുറിവേറ്റ ഹൃദയങ്ങളെ എളിമയോടുകൂടി സമീപിക്കുക. ജനങ്ങളോട് അടുത്തിടപഴകിക്കൊണ്ട് അവരുടെ മുറിവുകൾ എങ്ങനെ വെച്ചുകെട്ടാമെന്ന് അറിയുന്ന ഒരാളാണിത്. ആ ഫാദറിനെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാം, ഇങ്ങനത്തെ വൈദികരെയൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടോ? കരുണയോടുകൂടിയ ഒരു വൈദികരെയൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പറഞ്ഞ ഉത്തരമാണിത്. മനസ്സിലാവുണ്ടോ? അപ്പം ഇത് ഇത്രയുമാണ്. ഇപ്പം നമ്മളിവിടെ നിർത്തണേണ്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് എവിടെയാണ് പറഞ്ഞു നിർത്തിയത്, എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഉള്ളിൽ, കാരണം ഇത്രയും ഗ്യാപ്പാണ് പറഞ്ഞത്. ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മളിത് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും നമുക്കതത്ര ഒരു സുഖകരമാകില്ല ചിലപ്പോൾ, പിന്നീട് കേൾക്കാനിരിക്കുമ്പോഴേ. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും അതൊന്ന് കേട്ടിട്ട് വേണം, അതിൻ്റെ പകുതി കേട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ. പകുതിയല്ല, അതിൻ്റെ അവസാന ഭാഗം ഇപ്പോൾ അവിടെ നിർത്തി അതിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ അതൊക്കെ കിട്ടിയിട്ട് വേണം ഇനി അടുത്തത് കേൾക്കാനിരിക്കാൻ കേട്ടോ. നമുക്ക് നിർത്താം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഓഫ് ചെയ്യട്ടെ.